ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഭരണകാലത്തെ കേരളമല്ല ഇന്നത്തെ കേരളം. യാതൊരു ഭാവനയുമില്ലാതെ പരസ്പരം തമ്മിലടിച്ചു നിന്ന കേരളമല്ല 10 വർഷത്തിനിപ്പുറം കേരളം. ഭരണകാലയളവിലെ അവസാന ബജറ്റ് അത്രമേൽ ആത്മവിശ്വാസത്തോടെയാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. വോട്ടിനു വേണ്ടിയെന്ന് ആക്ഷേപിച്ച് ആശ്വാസം കൊള്ളുന്നവരോട് പറയട്ടെ, 2021 അവസാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തോമസ് ഐസക്കിനെയും ഇതേപോലെ പറഞ്ഞ് ആശ്വാസം കൊണ്ടു. 2021 മെയ് മാസത്തിൽ പിറന്നത് പുതുചരിത്രം, തുടർഭരണം. അടുത്ത സർക്കാരിൻ്റെ തലയ്ക്ക് വെച്ച ബാധ്യതയെന്നാണ് 12ാം ശമ്പള കമ്മീഷനെ ഇന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത്. ഒന്നാം പിണറായി സർക്കാർ 11ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതും ഇതുതന്നെയാണ്. അടുത്ത UDF സർക്കാരിൻ്റെ തലയ്ക്ക് വെച്ച ബാധ്യത. അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ടെന്ന് ജനം തിരിച്ചു പറഞ്ഞു. 2ാം പിണറായി സർക്കാർ ആ ദൗത്യം പൂർത്തീകരിച്ച് പുതിയ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. മോദി സർക്കാർ കേരളത്തിന് മേൽ വിതയ്ക്കുന്ന കെടുതികൾക്കിടയിലും വികസനവും ക്ഷേമവും കൈവിടാതെ ജനകീയ ബദൽ ബജറ്റ്. ഇന്ന് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിനും സമ്മതിക്കേണ്ടി വന്നു. LDF സർക്കാർ സംസ്ഥാനത്ത് നടത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി മാതൃകാപരം. ആരോഗ്യമേഖല, ടൂറിസം മേഖല, നഗരവികസനം, ഗ്രാമീണ വികസനം, വ്യാവസായിക മേഖല ഉൾപ്പെടെ LDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെയും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പ്രശംസിക്കുന്നുണ്ട്. പ്രതിപക്ഷ നിരാശയുടെ ഒരു ഉദാഹരണം കൂടി പറയാം. ബജറ്റും കണക്കും കയ്യിൽ കിട്ടിയിട്ടും വി.ഡി. സതീശന് ധവളപത്രം വേണം. കെ എൻ ബാലഗോപാലിൻ്റെ അസൽ മറുപടി നിയമസഭയിൽ വിശദമായി ചർച്ച ചെയ്യാം. ചെയ്ത കാര്യങ്ങൾ അവിടെ പറയാം, ചോദിച്ചോളൂ. മറുപടി പറയാൻ താനും മുഖ്യമന്ത്രിയും ഉണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക്, മുൻ ധനകാര്യമന്ത്രി; എം ലിജു, കോൺഗ്രസ് നേതാവ്; ജോർജ് ജോസഫ്, സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകൻ, സാമ്പത്തിക വിദഗ്ധൻ. ശ്രീ തോമസ് ഐസക്, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ബജറ്റിനെ കുറിച്ച് താങ്കളുടെ ഒരു പൊതുവായ പ്രതികരണം, അതിൻ്റെ ഒരു ഫോക്കസ്, സവിശേഷത എങ്ങനെയൊക്കെയാണ് താങ്കൾ ആസ്വദിച്ചത്? താങ്കളുടെ ഒരു പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട് പൊതുവായി. ആദ്യം കേരളത്തിൻ്റെ വികസനത്തിനുള്ള തന്ത്രം, അടിസ്ഥാന തന്ത്രം ഇടതുപക്ഷത്തിൻ്റെത്. അത് ആവർത്തിച്ചുറപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റാണ്. ഒന്ന്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പാവങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണനയുണ്ടാവും. 2, അത് ചെയ്യുമ്പോഴും അതിവേഗത്തിൽ കേരളത്തിൻ്റെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനായ ഭീമമായ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിങ്ങനെ കടുംപിടുത്തം പിടിക്കുമെന്ന് കരുതിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രതികരണം. ഇത് ഗിമിക്കാണ്, ദിവാസ്വപ്നമാണ്, നടപ്പാക്കാൻ പറ്റാത്തതാണ്. നടപ്പാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ ഇരിക്കട്ടെ. പ്രതിപക്ഷം പറയേണ്ടത്, നിങ്ങൾ ഇത് ചെയ്യാൻ, ഇവ ചെയ്യാൻ ബാധ്യസ്ഥരാണോ? ചെയ്യാൻ തയ്യാറുണ്ടോ? 10,000 കോടിയാണ് പെൻഷൻ UDF ഭരിച്ചപ്പോൾ കൊടുത്തത്. അതിപ്പോൾ 54,000 കോടിയായി 5 വർഷം കൊണ്ട്. ഈ തോതിൽ പെൻഷൻ നൽകാൻ തയ്യാറുണ്ടോ? നമ്മുടെ സ്കീം വർക്കേഴ്സിന് എല്ലാവർക്കും 1000 കോടി, 1000 രൂപ വെച്ച് പ്രതിമാസം കൂടുതൽ നൽകാൻ തയ്യാറുണ്ടോ? നമ്മുടെ പുതിയ സ്ത്രീ സുരക്ഷാ സഹായമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറുണ്ടോ? ഇതാ പറയേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ കാര്യം പറയാനുണ്ട്, പറയട്ടെ. പക്ഷെ മറുപടി പറഞ്ഞിട്ട് വേണം ഇതൊക്കെ ദിവാസ്വപ്നം എന്ന് പറയാനായിട്ട്. രണ്ടാമത്തത്, കിഫ്ബിക്കെതിരാ 1,00,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകളെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 38,000 കോടിയെ ചെലവാക്കിയിട്ടുള്ളൂ, കാശായി കൊടുത്തിട്ടുള്ളൂ. കിഫ്ബി വേണ്ടെങ്കിൽ എങ്ങനെയാ ഇവ ചെയ്യുക? ഇത് പറയണ്ടേ? അപ്പോൾ ഇതൊക്കെ ദിവാസ്വപ്നമാണോ അല്ലോ എന്നുള്ളതൊക്കെ നിൽക്കട്ടെ. UDFന് ഈ ചോദ്യങ്ങൾക്ക്, ഈ ബഡ്ജറ്റ് ഉന്നയിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പറ്റൂ. ആവട്ടെ എന്ന് ഈ ബഡ്ജറ്റ് തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പിൽ. LDF ഇവ ചെയ്യൂന്ന് പറയുന്നു, നിങ്ങൾ ചെയ്യൂ, എങ്കിൽ എങ്ങനെ ചെയ്യും? ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട. ഈ വികസന ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുന്നു.
ഓക്കെ, ഞാൻ താങ്കൾ ധനകാര്യമന്ത്രിയായിരുന്ന ആ ആദ്യ സർക്കാരിൻ്റെ, അതായത് 2016-21 കാലത്തെ സർക്കാരിൻ്റെ കാലത്ത് നേരിട്ട ചോദ്യം, കാരണം ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതുപോലെ പ്രതിപക്ഷ നേതാവിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ, പ്രതിപക്ഷത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. അന്ന് അടക്കം ഈ അവസാന ബജറ്റ്, തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച ബജറ്റ്, ഇത് വോട്ട് പിടിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോയാണ്. ഇപ്പോഴും UDF അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശമ്പള കമ്മീഷൻ്റെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച് ശ്രദ്ധിച്ചു കാണുമല്ലോ, അന്നത്തെ ശമ്പള കമ്മീഷൻ്റെ പ്രഖ്യാപനം ഒക്കെ വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തൊരു സ്റ്റാൻഡ്, പിന്നീട് വന്ന അടുത്ത സർക്കാർ KN ബാലഗോപാൽ ധനകാര്യമന്ത്രിയായപ്പോൾ അതിൻ്റെ വലിയ ബാധ്യത പൂർത്തീകരിച്ച് അതിൽ നിന്നും മറികടന്നത് ആ 12ാം ശമ്പള കമ്മീഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ അതേ കാര്യം പറയുന്നു, അടുത്ത സർക്കാരിൻ്റെ തലയ്ക്ക് വെക്കുന്ന ബാധ്യത എന്ന മട്ടിൽ. ശ്രദ്ധിച്ചോ? ഇത് തന്നെയാണ് ഞാൻ ഈ ഇലക്ഷനിൽ അജണ്ട, ഈ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിരിക്കുക. പ്രതിപക്ഷം ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന്. അഷ്വേർഡ് പെൻഷൻ നൽകുമോ? അവരല്ലേ കൺട്രിബ്യൂട്ടറി പെൻഷൻ കൊണ്ടുവന്നത്? അത് അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളതിലേക്ക് തിരിച്ചു പോകുമോ? DA മുഴുവൻ കൊടുക്കുന്നു, പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നു. പറ, നിങ്ങളിത് ചെയ്യാൻ തയ്യാറുണ്ടോ? അതോ ആന്റണി സർക്കാരിൻ്റെ കാലത്തേക്ക് തിരിച്ചു പോകുമോ? സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ്. അപ്പോൾ പന്ത് UDFൻ്റെ കോർട്ടിലാണെന്ന് അവർ മറുപടി പറയിക്കുക എന്നുള്ളതാണ് ഈ വരാൻ പോണ ക്യാമ്പയിനിൽ സ്വീകരിക്കാൻ പോകുന്ന സമീപനം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സംശയമില്ല, ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒരു തുടർ ഭരണത്തിലേക്ക്, ഒരു മൂന്നാം ഊഴത്തിലേക്ക് ഇടതുപക്ഷം പോയാൽ ആ ഇടതുപക്ഷം, ആ വരുന്ന മൂന്നാം സർക്കാർ നിശ്ചയമായും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകും, ഈ കാര്യങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. UDFന് മുമ്പിലാണ് ഈ ചോദ്യങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ബജറ്റ് വളരെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ തന്നെ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നു. ഞാൻ ഇത്രയും പറയുമ്പോൾ ഒരു പഴയകാലം വീണ്ടും ഓർത്തു പോവുകയാണ്. അതായത് കിഫ്ബി എന്ന മുൻപ് തന്നെ കേരളത്തിനുണ്ടായിരുന്ന സംവിധാനത്തെ വളരെ പ്രായോഗികമായി നവീകരിച്ച് വളരെ പ്രൊഫഷണലായി താങ്കൾ 2016 അന്നത്തെ പിണറായി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യം നേരിട്ട ചോദ്യം ഇപ്പോഴും പ്രശസ്തമാണ്. ഇതെല്ലാം തോമസ് ഐസക്കിൻ്റെ സ്വപ്നമാണ്, ഈ ദിവാസ്വപ്നം എന്ന് പറഞ്ഞാൽ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്നാണ്. ഇന്ന് കേരളത്തിന് മുമ്പിൽ 90,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് കിഫ്ബി. ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. ഒരു പ്രതിപക്ഷ MLAയ്ക്കും പരാതിയില്ല. സ്കൂളുകളും ആശുപത്രികളും എല്ലാം അവരുടേതടക്കം നാടുകളിൽ, മണ്ഡലങ്ങളിൽ എത്തുന്നു. താങ്കൾ അന്ന് താങ്കളെ നോക്കി ചോദിച്ച ചോദ്യമുണ്ട്. അപ്പോൾ ഒരു കാലമുണ്ട്. പക്ഷേ ഇന്ന് കിഫ്ബി ഏറ്റവും വലിയൊരു മറുപടിയായി ഇടതുപക്ഷം ജനങ്ങൾക്ക് മുമ്പിൽ ചെയ്ത കാര്യങ്ങളെ, അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച വാദഗതികളെ ശരിയായി ചെയ്തു തന്നെയാണോ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെട്ട് തെളിയിച്ചു നിൽക്കുന്നത്? ജനങ്ങൾക്ക് ഇന്ന് അനുഭവവേദ്യമല്ലേ എന്ന്. എത്ര വലിയ പ്രൊജക്റ്റുകളാണ് കിഫ്ബിയുടെ മുൻകൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത് ദിവാസ്വപ്നമാണോ എന്നുള്ളതൊന്നും ചർച്ചാ വിഷയമല്ല, യാഥാർത്ഥ്യമാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ MC റോഡിൻ്റെ 4 വരിപ്പാത, ഇടുക്കിയിലെ തുരങ്കപ്പാത, ഇങ്ങനെയുള്ള വലിയ പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ റെയർ എർത്ത് കോറിഡോർ, ഇതിലൊക്കെ കിഫ്ബിയുടെ ഒപ്പുണ്ടാവും. കേന്ദ്ര സർക്കാർ ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. UDFും കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ്. അപ്പോൾ UDF പറയണമെന്ന്, ഇതില്ലെങ്കിൽ ഈ പരിപാടികൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് മാർഗം? LDF ജനങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് തുടരണമെങ്കിൽ രാഷ്ട്രീയമായിട്ടൊരു തിരിച്ചടി കേന്ദ്ര സർക്കാരിന് കൊടുക്കണം, അവരെ പിന്താങ്ങുന്ന UDFന് കൊടുക്കണം, എങ്കിലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ പ്രവർത്തനങ്ങൾ കിഫ്ബിയുടേതായാലും ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടേതായാലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഗ്യാരണ്ടി BJPക്കും UDFനും രാഷ്ട്രീയ തിരിച്ചടി നൽകലാണ് എന്നാണ് ഇടതുപക്ഷം പറയാൻ പോണത്. ഇതായിരിക്കും ഞങ്ങളുടെ ക്യാമ്പയിൻ. അതുകൊണ്ട് കിഫ്ബി വിസ്മയമാണെന്ന്, കിഫ്ബിയുടെ പ്രവർത്തികൾ നടന്ന ഓരോ സ്ഥലത്തും ഒരു യോഗം നടക്കുകയാണെങ്കിൽ എത്ര യോഗം നടത്തേണ്ടി വരും? കേരളത്തിലെ എല്ലാ ഹൈസ്കൂളുകളും, താലൂക്ക് ആശുപത്രി മുകളിലോട്ടുള്ള എല്ലാ ആശുപത്രികൾക്കും മുന്നിലും, എല്ലാ മണ്ഡലത്തിലുള്ള റോഡുകൾ, തെക്ക് വടക്ക് ഓടുന്ന മലയോര ഹൈവേ, എത്ര ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, നമ്മുടെ കൺമുമ്പിൽ
കേരളത്തിൻ്റെ മുഖച്ഛായ മാറുകയല്ലേ? യെസ്, ഞാൻ യഥാർത്ഥത്തിൽ ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ. താങ്കൾ ഈ കോമ്പിനേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ വളരെ ഓപ്പണായി ഇന്നത്തെ മുഴുവൻ ബജറ്റ് ചർച്ച കാണുമ്പോൾ അതേ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു ബജറ്റ്, ഇതിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിന് ബദൽ എന്താണ് UDFന്, നിങ്ങളിത് ചെയ്യുമോ എന്ന് പറയാൻ അവർ തയ്യാറാകണം, UDFൻ്റെ കോർട്ടിലാണ് പന്ത് എന്ന് പറയുന്ന നിലയിൽ വളരെ കുറെ കൂടി ശക്തമായി ഈ ബജറ്റിനെ പിന്താങ്ങി അതിൻ്റെ പിന്നിലത്തെ ഗൗരവമായ രാഷ്ട്രീയത്തെയും അതിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചുമാണ് ഡോക്ടർ TM തോമസ് ഐസക് പറയുന്നത്. എൻ്റെ ചോദ്യം, ഈ ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം അല്ലെങ്കിൽ ദുർഭരണം എന്നതാണോ വോട്ടർമാർക്കിടയിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ വോട്ട് നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ടൂള്? പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ പലതരം പ്രചാരണങ്ങൾ, അതിൽ നുണപ്രചാരണം ഉണ്ടാകാം, കളവുണ്ടാകാം, വ്യാജമുണ്ടാകാം, ഇതെല്ലാം ഉണ്ട്. ഇതിനൊക്കെ ഇടയിൽ താങ്കൾ ഈ പറഞ്ഞ വസ്തുതകൾ വോട്ടർമാരെ വിസ്മയിപ്പിക്കുമോ അതോ വിസ്മരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുമോ? ഇതൊക്കെ വോട്ടാകുന്ന കാര്യങ്ങളാണോ? അങ്ങനൊരു പ്രശ്നമില്ലേ? ഇതൊക്കെ അധികാരത്തിൽ വരുന്ന സർക്കാരിൻ്റെ ചെയ്യാൻ ഉത്തരവാദപ്പെട്ട കാര്യങ്ങളല്ലേ? പക്ഷേ അതെല്ലാം വോട്ടായി മാറി വീണ്ടും അധികാരത്തിലേക്ക് വരാൻ കഴിയും വിധത്തിലേക്ക് വോട്ടർമാർ ഏറ്റെടുക്കുമെന്ന് കരുതാമോ ശ്രീ തോമസ് ഐസക്? ഈ പറഞ്ഞ വികസന മുൻകൈകൾ അവ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ, വിവാദങ്ങൾ എല്ലാം ആസൂത്രിതമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബഡ്ജറ്റിൻ്റെ വലിയ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വികസനത്തെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. UDF ഇത് പൊള്ളയാണ്, നടപ്പാക്കാത്തതാണ്, അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, നമുക്ക് സമ്മതിക്കാം, നമുക്ക് തർക്കിക്കാം. ജനങ്ങളോട് പോയിട്ട് 2000 രൂപ പെൻഷൻ നടപ്പില്ലാത്ത കാര്യമാണ് എന്ന് ഗിമിക്കാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ചർച്ച ഇതിലേക്ക് വരട്ടെ എന്ന്. ചർച്ച ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറെയുള്ള ചില ആനുഷംഗിക പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ ഇതിൽ കുടുക്കി ജനശ്രദ്ധയെ മാറ്റുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിൻ്റെ വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ വീണ്ടും കേരളത്തിൻ്റെ വികസനത്തെ രാഷ്ട്രീയ ചർച്ചയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, ഞാൻ താങ്കളിലേക്ക് വേഗം മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ M. ലിജു ഒരല്പം താമസിച്ച് ചർച്ചയ്ക്ക് എത്താൻ കഴിയൂ എന്നുകൂടി അറിയിച്ചിരുന്നു എന്നതും പറയുകയാണ്. 8:15 ശേഷം മാത്രമേ എത്താൻ കഴിയൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ചർച്ചയിലേക്ക്. ജോർജ് ജോസഫ്, ഇപ്പോൾ ശ്രീ തോമസ് ഐസക് പറഞ്ഞതുപോലെ ഇത് വളരെ കൃത്യമായി ഈ ബജറ്റ് ഇടതുപക്ഷം എപ്പോഴും നമ്മൾ മുഖ്യമന്ത്രിയുടെയൊക്കെ കാര്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പറയുന്നതേ ചെയ്യൂ, ചെയ്യാൻ കഴിയുന്നതേ പറയൂ. ഇപ്പോൾ കേരളിൻ്റെയൊക്കെ കാര്യം വന്നപ്പോൾ പറഞ്ഞു, കേരയിൽ അത് ആര് എങ്ങനെയൊക്കെ പെരുമാറിയാലും ഭാവിയിൽ ഇത് കേരളത്തിന് നടപ്പാക്കേണ്ടി വരും എന്ന നിലയിൽ അക്കാലത്തും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബജറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു. UDF പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം LDF ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ ഇത് അവർക്ക് ചെയ്യാനാകും എന്നവർ 10 വർഷം കൊണ്ട് തെളിയിച്ചു. അതുകൊണ്ട് അതിലാർക്കും സംശയമില്ല, കാരണം തെളിയിച്ചവരാണ്. ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്ത് തെളിയിച്ചവരാണ്. പക്ഷേ UDF കുറേ കൂടി പൊളിറ്റിക്കലി ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളോട്, ഇതിലെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളോട്, പുതിയ സ്കീമിനോട് ഒക്കെ റെസ്പോൺസിബിളായി പ്രതികരിക്കാൻ, ജനങ്ങൾക്ക് മുമ്പിൽ അത് വിശദീകരിക്കാൻ, അതിന് മറുപടി പറയാൻ, ബദൽ അവതരിപ്പിക്കാൻ കൂടുതൽ ബാധ്യസ്ഥരായോ? ആ നിലയിൽ ഈ ബജറ്റിനൊരു പ്രാധാന്യമുണ്ടോ? അതാണിപ്പോൾ ശ്രീ തോമസ് ഐസക് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഞാൻ കാണുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യസ്ഥിതിയെക്കുറിച്ചുള്ളൊരു ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അവഗണനയുടെയും നമുക്ക് കിട്ടാനുള്ള കേന്ദ്ര ഡെവല്യൂഷൻ്റെ ഭാഗമായിട്ട് വരാനുള്ള പണത്തിൻ്റെ ഒക്കെ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഈ സംവിധാനത്തെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ, ധനകാര്യസ്ഥിതിയെ പ്രൂഡൻഷ്യലായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രില്യൂഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു. ആ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സ്തുത്യർഹമായൊരു ധനകാര്യ മാനേജ്മെൻറ്റ് നിർവഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ബഡ്ജറ്റിലേക്ക് വരുന്നത്. ഈ ബഡ്ജറ്റിൽ നമ്മൾ കാണുന്നത് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള മുന്നേറ്റത്തിന് മുന്നിൽ കാണുന്ന ഒരു ബഡ്ജറ്റ് എന്നുള്ള നിലയിലാണ്
നമുക്ക് ഈ ബഡ്ജറ്റിനെ കാണാൻ കഴിയുക. ഇത് എല്ലാ മേഖലയും തൊട്ട് തലോടിപ്പോയി സംസ്ഥ മേഖല അങ്ങനെ ആ ഒരു വിഷയത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ എടുത്ത് കാണിക്കത്തക്ക നിരവധിയായ പ്രത്യേകതകൾ ഈ ബഡ്ജറ്റിനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ തന്നെ മുമ്പത്തെ ഒരു ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ബഡ്ജറ്റ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ ബഡ്ജറ്റിനകത്ത് വെച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൻ്റെ ഒരു മൗലിക പ്രശ്നം അഡ്രസ്സ് ചെയ്യാണ് എൽഡർലി ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ആശയം. അതൊരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ആ ഒരു എൽഡർലി ബഡ്ജറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് ഉന്നയിക്കപ്പെടുകയാണ്. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായമേറിയവരുടെ സംഖ്യ കൂടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. നിലവിലത് ജനസംഖ്യയുടെ 18.7%. 2030 പിന്നിടുമ്പോൾ അതൊരു പക്ഷേ വലിയ തോതിലേക്ക് ഉയരുന്നൊരു സ്ഥിതിവിശേഷം വരാം. അവരൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ അല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതേസമയം തന്നെ കേരളത്തിൻ്റെ യൂത്ത് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു, കേരളത്തിൽ നിൽക്കുന്നില്ല എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ എൽഡർലി ആളുകളെ നമുക്കതൊരു വെല്ലുവിളിയാണെന്നൊപ്പം തന്നെ അതൊരു വലിയ സാധ്യത കൂടിയായിട്ട് കാണുകയാണ്. അപ്പോൾ KFCയുടെ മുൻകൈയിൽ അത്തരം പ്രോജക്റ്റുകളുമായി വരുന്ന എൽഡറി ഹോമുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കെയർ കാര്യങ്ങളുമായിട്ട് വരുന്ന ആ ഹോമുകളും മറ്റു വരുന്ന അവർക്ക് 3% പലിശയ്ക്ക് ആ രീതിയിൽ 30 കോടി രൂപ വരെ കൊടുക്കാൻ കഴിയുന്ന ഒരിത്. അപ്പോൾ ആ കെയർ ഇക്കോണമിയുടെ സാധ്യത അടക്കം, അതായത് അതാണ് ഞാൻ പറഞ്ഞത് ദീർഘവീക്ഷണത്തോടു കൂടി കാണുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്ന കാര്യം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എടുത്തു പറയത്തക്കതായിട്ട് തോന്നിയത് കിഫ്ബി മോഡലിൽ നമുക്ക് ഈ ലോക്കൽ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ കാര്യത്തിൽ ലോക്കൽ ഗവൺമെൻറ്റുകളുടെ ബോണ്ടുകളാണ് അവരുടെ ധനസമാഹരണത്തിനും കൂടി നമ്മൾ ഊന്നൽ നൽകേണ്ടിയിരിക്കുന്നു. മുനിസിപ്പൽ ബോണ്ടുകൾ അടക്കമുള്ള അത് മാത്രമല്ല, മുനിസിപ്പൽ ബോണ്ടുകൾ എന്ന് പറയുന്നതിനൊപ്പം തന്നെ ലോക്കൽ ഗവൺമെൻറ് അതെ വലിയ സാധ്യതയാണ്. ലോക്കൽ ഗവൺമെൻറ് ബോർഡ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുക. കാരണം ലോക്കൽ ഗവൺമെൻറ്റുകളുടെ ഫൈനാൻസ് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്ന ആശയത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ലോക്കൽ ഗവൺമെൻറ് ബോർഡ് ഓഫ് ഫിനാൻസ് അതോടുകൂടി ഇപ്പം തന്നെയാണ് മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുന്ന ആശയം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത് വലിയ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് വികസന പ്രവർത്തനത്തിന് ഒരുപാട് പണം ആവശ്യമായി വരും. ചിലപ്പോൾ 100, 150, 200 കോടി രൂപയുടെയൊക്കെ പ്രോജക്റ്റുകൾ ഓരോ ഗ്രാമത്തിലും ഒക്കെ നമുക്കിപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ചെല്ലാനം പഞ്ചായത്തിലെ 7.5 കിലോമീറ്ററിലൂടെ കടൽ ഭിത്തി കെട്ടിയത് 330 കോടി രൂപയാണ് അവിടെ ചെലവഴിച്ചത്. ഒരുപക്ഷെ എല്ലാ പഞ്ചായത്തുകളിലുള്ള അത്തരം പ്രോബ്ലങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ചുമതലയിൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ലോക്കലി നമുക്ക് എങ്ങനെയാണ് ഫൈനാൻസ് സ്വരൂപിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ആശയം ബഡ്ജറ്റ് മുമ്പോട്ട് വയ്ക്കുകയാണ്. അത് അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ ഇവിടെ ശരത്തെ എടുത്ത് പറയുന്നത് അതാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അത് തന്നെയാണ്. അതെ, ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. മാസങ്ങൾക്കിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ അടുത്തൊരു ഭരണ കാലയളവിലേക്കുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കുക കൂടിയാണ് അതിനകത്ത്. അതാണ് നേരത്തെ തോമസ് ഐസക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ശ്രീ തോമസ് ഐസക്ക്, ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ രാജ്യമാകെ ഹിന്ദുത്വ സംഘപരിവാർ പിടിമുറുക്കി മോദി ഭരണം അങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകുന്ന ദുർബലമായ പ്രതിപക്ഷം, ദുർബലമായ കോൺഗ്രസ് നേതൃത്വം എന്ന പ്രശ്നമൊക്കെ നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിനു മുമ്പുള്ള 2 സർക്കാരുകളെക്കുറിച്ച് ഇപ്പം AK ആൻ്റണി ഭരിക്കുന്ന കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ പറഞ്ഞത് മുണ്ടു മുറുക്കി ഉടുക്കാനാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിലേക്ക് വരുമ്പോൾ 11-16 പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ സ്കൂളുകൾ പൂട്ടുന്നു, അതുപോലെ തന്നെ ചോർന്നൊലിക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ, തകർന്ന റോഡുകൾ, അതുതന്നെ സ്കൂളുകളുടെ അവസ്ഥ. ഇപ്പോൾ ഒക്കെ ആ കാലത്തെ പഴയ വാർത്താ വീഡിയോകളൊക്കെ ഇപ്പോൾ വീണ്ടും സജീവമായി വന്നിട്ടുണ്ട്. തുടർന്ന് വന്ന 10 വർഷവുമായുള്ള താരതമ്യം നടക്കുന്നു. ഞാൻ ചോദിക്കാൻ വന്നത് ഇത്തരമൊരു മോദി ഭരണകൂടത്തിൻ്റെ, സംഘ്പരിവാറിൻ്റെ, ഹിന്ദുത്വത്തിൻ്റെ ഒരു വളരെ ശക്തമായ പിടിയിൽ രാജ്യം നിൽക്കുന്ന കാലത്ത് കേരളത്തിലെ കോൺഗ്രസ്സിന് കോൺഗ്രസ് നയിക്കുന്ന UDFന് CPIM നയിക്കുന്ന LDFൻ്റെതുപോലെ ഒരു ബദൽ സാധ്യമാണോ? ഇപ്പോൾ LDFൻ്റെ ബദലിനെക്കുറിച്ച് ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. UDFൻ്റെ ബദൽ എന്താകുമെന്നൊരു ആകാംക്ഷ കൂടിയുണ്ട്. UDFന് എത്രമാത്രം സാധ്യമാകും? യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ LDFന് വളരെ കൃത്യമായ നിലപാടുണ്ട്. BJP ഇപ്പോൾ വികസിത കേരളം എന്നും പറഞ്ഞ് ഒരു വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമിത്ഷായാണ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെയും പിന്നീട് കേരള കൗമുദിയുടെ
വേദിയിലും പ്രസംഗത്തിൽ ഇത് മുന്നോട്ട് വെച്ചത് ചന്ദ്രശേഖർ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. UDF ഇപ്പോഴും ഞങ്ങളുടെ കേരളം എങ്ങനെയാവും അതിനൊരു പരിപാടി മുന്നോട്ട് വെച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പോഡ്കാസ്റ്റും ഒക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ കിഫ്ബിയും ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പകരമൊന്ന് വെക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വലിയ സംവാദം ഈ വരാൻ പോണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന്. അപ്പം അതിൽ ഒരു കേന്ദ്ര പ്രശ്നം വരുന്നത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഈ സമീപനങ്ങളോട് എന്താ നിലപാട്. ഇപ്പം കേന്ദ്ര സഹായം നമുക്ക് 2020-21 നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ 5.25% കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയിരുന്നു. 2024-25 അത് 2.5 ഈ കേന്ദ്ര സഹായം ഇതുപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് നിൽക്കാൻ പറ്റുമോ? ഇത് തന്നെ കിഫ്ബിയെക്കുറിച്ച് എടുക്കുന്ന സമീപനം. കിഫ്ബി എടുക്കുന്ന വായ്പകൾ അല്ലെങ്കിൽ എടുത്ത വായ്പകൾ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാനത്തിൻ്റെ വായ്പയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാം. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സമീപനം വ്യക്തമാണ്. ഈ കേന്ദ്ര അന്യായത്തിനെതിരെ വോട്ട് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെക്കുന്നത്. BJPക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? UDF ഇതുവരെ എടുത്തു വന്നൊരു സമീപനം വെച്ചിട്ട് അത്തരത്തിൽ ഒരു നിലപാട് കേന്ദ്രത്തിനോടുള്ള വിവേചനത്തിനെതിരായി സ്വീകരിക്കാൻ കഴിയില്ല. ഇതാണ് അവരുടെ ധർമ്മസങ്കടം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വരാൻ പോണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടം ഇങ്ങനൊരു സംവാദത്തിലേക്ക് ജനങ്ങളുടെ മുന്നിൽ മാറാൻ പോവുകയാണ്. ഓക്കെ, യെസ്. ഏതായാലും ശ്രീ M. ലിജു കൂടി നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ തോമസ് ഐസക്, അദ്ദേഹത്തോടു കൂടി സംസാരിച്ച ശേഷം ഞാൻ താങ്കളിലേക്കും ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം. ശ്രീ ലിജു, ഞങ്ങൾ ഈ സംസാരം തുടങ്ങിയിട്ട് കുറച്ച് നേരം ഞാനത് പറയുകയും ചെയ്തു, താങ്കളൊരല്പം കഴിഞ്ഞേ വരൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. തോമസ് ഐസക് പറഞ്ഞ ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഈ ബജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്തെ ബജറ്റിലൂടെ വരാൻ പോകുന്ന കാലത്തെ ഭാവി കാലത്തേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് ഇടതുപക്ഷം ഈ ബജറ്റിലൂടെ. അതുകൊണ്ട് തന്നെ അതിനെ ആക്ഷേപിച്ചാലും തെറ്റില്ല, പക്ഷേ നിങ്ങൾ മറുപടി പറയണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഉദാഹരണത്തിന് ഇപ്പോൾ പെൻഷൻ, ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ UDF കാലത്ത് കൊടുത്ത് 10,000 കോടിയാണെങ്കിൽ ഇപ്പോൾ 54,000 കോടി വരെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷന് വേണ്ടി വിതരണം ചെയ്തു നിൽക്കുന്നു ഇടതുപക്ഷം. നിങ്ങൾക്ക് എന്താണ് ഇത്രമേൽ പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധമാണോ എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറുപടി പറയണം. സ്കീം വർക്കേഴ്സിന് ആ നിലയിൽ കൊടുക്കാൻ തയ്യാറുണ്ടോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ കാര്യത്തിൽ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് വേണം ഇതിൽ എൻഗേജ് ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. പോട്ടെ, മറ്റൊന്ന് കിഫ്ബി. ഇപ്പോൾ കിഫ്ബിയെ നിങ്ങൾ വിമർശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കിഫ്ബി ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ബദൽ പ്ലാൻ? ഇത് പറയാൻ UDF നിർബന്ധിതമായ നിലയിൽ ഈ ബജറ്റ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ആ ഒരു ചർച്ചയിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന ബജറ്റാണിതെന്ന്. ലിജു. ശരത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ രാഷ്ട്രീയവുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ CPM റെപ്രസെൻ്റ് ചെയ്യുന്നൊരു രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ചായ്വ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ, പാർട്ടിയുടെ നേതാവ് എന്നല്ല അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒന്ന്, ഇന്ന് CPM ഇന്ന് പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ ചായ്വ് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു CPMൻ്റെ ഒരു പോളിസിയാണ് ഞങ്ങളുടെ ബജറ്റിലൂടെ മുന്നോട്ട് വെച്ചത്. അതേസമയത്ത് തന്നെ BJP നേതാവായ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ചില വികസിത കേരളം എന്നുള്ള പരാമർശങ്ങൾക്കപ്പുറത്തും മറ്റൊരു വിഷനും മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിഷൻ പറയുന്നതിനകത്ത് തെറ്റില്ല, തീർച്ചയായും അത് പറയണം, അങ്ങനെയാണല്ലോ അത് പറയേണ്ടത്. പക്ഷേ BJP നേതാവായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഏതെങ്കിലും ഒരു വികസിത ഒരു പ്രോജക്റ്റ്, ഒരു BJPയുടെ എക്കണോമിക് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കേരളത്തെ സംബന്ധിക്കുന്ന മുന്നോട്ട് വെച്ചിട്ട് എനിക്കറിയില്ല. ഒരു വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങുന്നതിന് മുമ്പാകെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നികുതി പിരിവിൽ നിങ്ങളുടെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞു. ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങളുടെ വീഴ്ചകളെക്കുറിച്ച് തുടർച്ചയായി സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ കേരളമാണ്, ആധുനികമായ അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന
മുന്നോട്ട് കേരളത്തെ കൊണ്ടുപോകുന്ന ഒരു വിഷനാണെന്ന് പറയുന്നതിനെ കണക്കിലെടുക്കാതെ അവിടെയും BJP നേതാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കുഴപ്പമില്ല, പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ വികസന നയം പുറത്തു വരുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ CPM വെച്ചു പുലർത്തുന്ന ഒരു സോഫ്റ്റ് BJP അപ്രോച്ചിൻ്റെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് എനിക്ക് വിമർശനമുണ്ട്. അദ്ദേഹത്തിന് അതിനെ എതിർക്കാം, പക്ഷേ എൻ്റെ കൃത്യമായ വിമർശനം ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണ്. CPM വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ, പ്രത്യേകിച്ച് മതവിഭജനം ലക്ഷ്യമാക്കിക്കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ തുടർച്ചയായി ബഹുമാന്യനായ ശ്രീ തോമസ് ഐസക്കിനെ പോലൊരാൾ സംസാരിച്ചതിലുള്ള എനിക്കതിൽ വിഷമമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ അത് അത്രമാത്രം നന്നായി കേരളം റിസീവ് ചെയ്യില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. BJPക്ക് അപ്പുറത്ത് കോൺഗ്രസ്സിന് കൃത്യമായ നയമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയ മാനിഫെസ്റ്റോയിൽ കൂടുതൽ വിശദമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കോൺക്ലേവുകളിലൂടെ ഞങ്ങളുടെ നയവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ബദൽ നയമാണ് പിന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ച് പറഞ്ഞു, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നിങ്ങളെടുത്ത പണം വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ, കേസ് വന്നപ്പോൾ നിങ്ങൾ കൂട്ടിയ പലിശയോടെ തിരിച്ചടച്ചു. കിഫ്ബി ഒരു വെഹിക്കിൾ, എക്കണോമിക് വെഹിക്കിൾ എന്ന നിലയിൽ വായ്പകൾ തരപ്പെടുത്തപ്പോൾ കേരളത്തിലെ ഇന്ധന സെസ് കിഫ്ബി അക്കൗണ്ടിലേക്ക് പോകുന്നു. അതിനപ്പുറത്ത് വിവിധ ധനകാര്യ ഏജൻസികളിൽ നിന്നും പണം കടമെടുക്കുക എന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും വികസന മോഡൽ കിഫ്ബി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പല ഏജൻസികളിൽ നിന്നും കടമെടുക്കുന്നു, അതിവിടെ സ്പെൻഡ് ചെയ്യുന്നു, അതും അതിൻ്റെ പലിശയെ സംബന്ധിച്ച് കേരളത്തെ മാറ്റിയിട്ടുണ്ടോ ലിജു? ഞാൻ പറയട്ടെ. അങ്ങനെ ചെയ്തത് കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തെയും ആസ്തി വികസനത്തെയും നമ്മുടെ ജീവിതത്തെയും മാറ്റി തീർക്കും വിധത്തിലത് മാറിയിട്ടുണ്ടോ? അത് റോഡാകട്ടെ, അടിസ്ഥാന സൗകര്യ വികസനമാവട്ടെ, സ്കൂളാവട്ടെ, ആശുപത്രി ആവട്ടെ, അതിലെന്താണ് പ്രതിപക്ഷം പറയുന്നത്? ചേർത്ത്, അതായത് രണ്ട് തരത്തിൽ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് നിങ്ങൾ കിഫ്ബി മൂലം അല്ലെങ്കിൽ വായ്പകൾ എടുക്കുന്നതിനെയൊന്നും ഞങ്ങൾ തെറ്റു പറയുന്നില്ല, പക്ഷേ ഒരു സസ്റ്റൈനബിൾ മോഡലാണോ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ച ആവശ്യമാണ്. നിങ്ങൾ കടമെടുത്ത് അത് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വരുമാനം വർദ്ധിപ്പിച്ച് എന്നും ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് 6 ലക്ഷം കോടിയുടെ കടത്തിലാണ് കേരളം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രഖ്യാപിതമായ കടത്തിനൊപ്പം തന്നെ കിഫ്ബിയുടെ കടവും കൂടെയൊക്കെ ചേരുമ്പോൾ 6 ലക്ഷം കോടിക്കടുത്തുള്ള വൻ കടക്കണിയിലാണ് കേരളമെന്ന് പറയപ്പെടുന്നു. സോ ഞങ്ങളുടെ ആരോപണം നിലവിലുണ്ട്. അപ്പോൾ കടമെടുപ്പ് പരിധി കഴിഞ്ഞിട്ട് പോലും എടുത്തതുകൊണ്ട് കേന്ദ്രം പുതുതായിട്ട് കടമെടുക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെല്ലുന്നു. അപ്പം ഞങ്ങൾ എടുക്കുന്ന മോഡൽ നിങ്ങളുടെ ഒരു കടമെടുപ്പ് മോഡലല്ല. നിങ്ങളുടെ കടമെടുപ്പ് മോഡലിനെ ഒരു ആധുനിക കേരള സൃഷ്ടിക്ക് പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിന് കേൾക്കാനാണ് താല്പര്യം. തീർച്ചയായിട്ടും അത് കൂടുതൽ വിശദമായി ഞങ്ങളുടെ വളരെ ഇപ്പം അത് ഇന്ന് ഞാൻ പറയട്ടെ ശരത്, അങ്ങനെയല്ല ശരത്, അങ്ങനെയല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ മോഡൽ, അതായത് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട്, ഞാൻ ഒരു ഉദാഹരണം പറയാം. വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിക്കുന്ന ദീർഘകാലമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികൾ, ചർച്ചകളെ അതിജീവിച്ചുകൊണ്ട് അതിലെ പ്രതിസന്ധികളെ പരിഹരിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി അത്തരം ഒരു കരാർ ഒപ്പിട്ട് പണി ആരംഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മോഡലാണ്. ഇവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, അത്തരത്തിലുള്ള പ്രോജക്റ്റ്, വരുമാനം നൽകുന്ന പ്രോജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ കേരളത്തിന് വളർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ നികുതി വരുമാനത്ത് അല്ലെങ്കിൽ വൈവിധ്യമായ നടപടി, അത് തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ഈ ഒരു 15 മിനിറ്റിലെ ചർച്ചയിലല്ല വെക്കേണ്ടത്. പക്ഷേ കടമെടുപ്പ് മോഡലല്ല. ഓക്കെ, മനസ്സിലായി. അതാണ്. ഞാൻ ഈ പോയിന്റ്സിലേക്ക് ഒന്ന് വരാം. ഞാൻ ജോർജ് ജോസഫിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ തോമസ് ഐസക്ക്, ഒന്നാമത്തെ അലിഗേഷൻ എന്ന നിലയിൽ തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ BJPയുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വന്ന് അമിത്ഷാ പറഞ്ഞു വെച്ചതു നിന്നാണ് താങ്കൾ തുടങ്ങിയത്. പക്ഷേ താങ്കൾ ഒരു സോഫ്റ്റ് BJP ലൈൻ CPM-ന് മേൽ കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും പറയുന്ന ആ ഒരു അലിഗേഷൻ ഈ ബജറ്റ് ഡിസ്കഷനിലും അദ്ദേഹം ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. 2, കിഫ്ബി സസ്റ്റൈനബിൾ അല്ല. പക്ഷേ എനിക്കൊരു വലിയ സംശയം, എനിക്കൊരു മറുപടി പറയാനോ അല്ലെങ്കിൽ ഒന്ന് ഇടപെടാനോ ഒക്കെ തോന്നി, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. താങ്കൾ പറയേണ്ടതായ ഒരു കാര്യമുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വാങ്ങി പ്രശ്നമായപ്പോൾ അത് തിരിച്ചടച്ചു എന്നാണ് ലിജു അതിന്മേൽ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ബദലുണ്ട്, പക്ഷേ അത് ഇനിയും വ്യക്തത വരുത്തേണ്ടതുമുണ്ട്. മറുപടി. ഈ വടക്കേ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP കേരളത്തെ വികസിപ്പിക്കാൻ വരുന്നത് എന്തൊരു ബോഷ്കാണ്. അതുകൊണ്ട് BJPയെ മറുപടി നൽകാമെന്ന് പറയുന്നത് വലിയൊരു ഭാരിച്ച കാര്യമൊന്നുമല്ല. അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പോവുകയാണ്. ലിജുവിന് ഇതിനെക്കുറിച്ച് ആകാംക്ഷയുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഇറങ്ങാൻ പോണ
ഈ വെള്ളിയാഴ്ചയല്ല, അടുത്ത വെള്ളിയാഴ്ച ഇറങ്ങാൻ പോണ ചിന്ത നോക്കിക്കോളൂ. ഇവർ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രഖ്യാപനങ്ങളും ഓരോന്നോരോന്നായിട്ടെടുത്തിട്ടുള്ള മറുപടികളാണ് ആ ലക്കം മുഴുവൻ. അപ്പം അതും വെച്ചിട്ട് ഇങ്ങോട്ട് കയറുകയാണ്. പക്ഷേ UDF ഒരു നിലപാടില്ലെന്ന് ഇക്കാര്യത്തിൽ. ഇപ്പം എന്താ പറഞ്ഞേ, വലിയ പ്രൊജക്റ്റുകൾ വേണം, അതിന് ഞങ്ങൾ വിഴിഞ്ഞ മോഡലിലുള്ള നിക്ഷേപം സ്വീകരിക്കും. ആയിക്കോട്ടെ, ഞാൻ വിഴിഞ്ഞ മോഡലിൻ്റെ ക്രിറ്റിസിസത്തിലേക്കൊന്നും പോണില്ല. പക്ഷെ അത് റവന്യൂ മോഡലാണെന്ന്, വരുമാനം സാധ്യമായിട്ടുള്ള പദ്ധതികൾ അങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് മെട്രോ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് റവന്യൂ മോഡലാണ് നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ മുഴുവൻ നവീകരിക്കുന്നതിനും ഡിജിറ്റലൈസിന് ഉപയോഗിക്കാം, നമ്മുടെ ആശുപത്രികൾ നന്നാക്കുന്നതിന് ഉപയോഗിക്കാം, നമ്മുടെ സംസ്ഥാന പാതകൾ, ജില്ലാ പാതകൾ അത് നന്നാക്കുന്നതിന് നിങ്ങൾ എന്ത് റവന്യൂ മോഡലാണ് ഉപയോഗിക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ ഇതുപോലുള്ള പ്രത്യക്ഷത്തിൽ വരുമാനദായകമല്ലാത്ത വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ അത് നിർമ്മിക്കുന്നതിന് നിങ്ങൾ പറയുന്ന റവന്യൂ മോഡൽ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് UDF കാലത്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത ഏക രീതി ആന്വിറ്റി പ്രോഗ്രാംസാണ്. കോൺട്രാക്ടർ തന്നെ വായ്പ എടുക്കുന്നു, എന്നിട്ട് നമ്മളൊരു 20 വർഷം കൊണ്ട് അയാൾക്ക് പണം കൊടുക്കുന്നു, അത്രയും കാലത്തെ പലിശ കൂടി അയാൾ ആ തുകയെ ചേർക്കും. 2016 സർക്കാർ ഇതാകെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ ഇംപ്ലിസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 12 മുതൽ 20% വരെയാണ്. കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത്തരത്തിൽ വലിയ തുക വായ്പ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മത്സരം ഉണ്ടാവില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓരോ കോൺട്രാക്ടറും പോണ്ട, നമുക്ക് നല്ലൊരു ധനകാര്യ സ്ഥാപനം ഉണ്ടാക്കി അവർ വായ്പ എടുക്കുന്നു, കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നു. 2 പ്രശ്നവും പറഞ്ഞേ, എന്താ, 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി, അവിടെ പ്രശ്നമായപ്പോൾ പണം തിരിച്ചടച്ചു. ലിജു, ഒരു ബോണ്ടെന്ന് പറഞ്ഞാലേ അതിനൊരു കാലയളവുണ്ട്. ആ കാലയളവ് തീരുമ്പോൾ റിഡീം ചെയ്യും, നമ്മൾ മുതൽ തിരിച്ചു കൊടുക്കണം. പലിശ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കും, മുതൽ ആ നിശ്ചിത സമയമാകുമ്പോൾ തിരിച്ചു കൊടുക്കണം. സമയമായപ്പോഴും കൊടുത്ത്, ഇങ്ങനെയൊക്കെ വർത്താനം പറയരുത്. രണ്ടാമത്തത്, ഇനി കിഫ്ബി, ഈ കിഫ്ബിയുടെ ഈ ഇടപെടലിൻ്റെ ഫലമായിട്ടേ ഇപ്പോൾ 90,000 crores പ്രൊജക്റ്റുകൾ കേരളത്തിൽ നീങ്ങുകയാണ്. എൻ്റെ ചോദ്യം ലളിതമാണ്. നിങ്ങൾ കിഫ്ബി ഇല്ല, ഞങ്ങൾ കടമെടുപ്പില്ല എന്ന് പറഞ്ഞു, നിങ്ങളിതൊക്കെ നിർത്താൻ പോയാ പാതി വഴിക്ക്? ആ ചോദ്യമാണ് ഈ ബഡ്ജറ്റ് ഉന്നയിച്ചിട്ടുള്ള UDF മുന്നിൽ. നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന പ്രൊജക്റ്റുകളൊക്കെ പാതി വഴിക്ക് നിർത്താനാണ് ഭാവം. കടം ഞങ്ങൾ എന്ത് വന്നാലും എടുക്കില്ല എന്നാണ് ലിജു പറയുന്നത്. യെസ്, ഞാൻ അത് മാത്രം ലിജു, എനിക്ക് ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒറ്റ പോയിന്റിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് തോമസ് ഐസക് ചോദിച്ച ആ കാര്യത്തിൽ താങ്കൾക്ക് എന്ത് കൂട്ടിച്ചേർക്കാനുണ്ട്, താങ്കൾക്ക് എന്ത് വിശദീകരിക്കാനുണ്ട്? ഒന്ന്, എനിക്ക് അദ്ദേഹത്തോട് മുന്നോട്ട് പോകാനുള്ളൊരു പറയാനുള്ള ഒരു കാര്യം, UDF എല്ലാ പദ്ധതികളും ആന്വിറ്റി മോഡലായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു റവന്യൂ മോഡലായിരുന്നില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു, വിഴിഞ്ഞത്തിൻ്റെ കാര്യവും ഇത്തരത്തിൽ ഒരു കടമെടുപ്പ് പദ്ധതി എന്ന് പറയാൻ പറ്റുമോ? സർക്കാരിൻ്റെ കൃത്യമായൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സർക്കാർ തന്നെയല്ലേ പണം കണ്ടെത്തിക്കൊണ്ട്, അല്ലാതെ പിന്നെ കോൺട്രാക്ടറെ കൊണ്ട് പണം എടുപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞൊരു റവന്യൂ മോഡലുള്ള പ്രോജക്റ്റാണ്. അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. വ്യത്യാസം പറഞ്ഞു. അല്ല, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. LDF മുന്നോട്ട് വെക്കുന്ന ഒരു വികസന മോഡൽ കൂടുതലും കടമെടുത്തുകൊണ്ട് ആ കടം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതുവഴി ഉണ്ടാകുന്നൊരു വികസന മോഡലാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും അത്തരത്തിലല്ല, ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന കേരളം അത്തരത്തിലല്ല എന്നാണ് പറയാൻ ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി വിഴിഞ്ഞം പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, വിഴിഞ്ഞത്ത് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, അത് മെഡിക്കൽ സെക്ടറിൽ സർവീസ് സെക്ടറിൽ പിന്നെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട എന്ന തരത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് എടുത്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ കാര്യത്തിലാണെങ്കിലും
കൊച്ചി മെട്രോ തുടങ്ങിയത് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെട്ടത് അതിൻ്റെ പ്രധാന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് മെട്രോ വെച്ചുള്ള വരുമാനം ഇത് ഇൻവെസ്റ്റ്മെൻറ്റിന് അനുസരിച്ചുള്ള വരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കരുതിയല്ലോ. അത് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രോജക്റ്റാണ്. ഒരു കാര്യം. ലിജു, ഞാനൊരു സംശയം, രണ്ടാമത് ഞാൻ പൂർത്തീകരിക്കട്ടെ ശരത്ത്, ചോദ്യം താങ്കളോടാണ്. അതായത് ഇപ്പോൾ വി ഡി സതീശനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ അടക്കം പറയുന്ന ട്രഷറിയിൽ പൂച്ച വെറ്റ് കിടക്കുന്നു എന്ന് പറയുന്ന നിലയിൽ കാണുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബജറ്റ് എന്ന് പറയുമ്പോൾ പെൻഷനും ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രം തികയുന്ന ഒരു ബജറ്റ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് കേരളം പോലൊരു സ്റ്റേറ്റിന് വികസിക്കാനാകുമോ? ഓഫ് ബജറ്റ് ബോറോയിങ്ങിലൂടെയല്ലേ ഈ നിലയിൽ ഈ കേരളത്തിൻ്റെ മാറ്റം സാധ്യമായത്? അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ആ കിഫ്ബിയുടെ സാധ്യത. അത് നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലെങ്കിൽ പിന്നെ ബദൽ എന്തെന്ന് പറയണ്ടേ UDF? അപ്പോഴേ ചർച്ച സാധ്യമാകും. ശരത്ത്, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം കിഫ്ബിയെ ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇപ്പം ശ്രീ ബഹുമാന്യ തോമസ് ഐസക്കിന് തന്നെ അറിയാം. അത് നമ്മുടെ കോടതിക്ക് മുമ്പാകെ തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് ഷുവർട്ടിയായി നിന്ന് വിദേശ ഏജൻസികൾക്കുൾപ്പെടെ നിന്നും കടമായി എടുക്കുന്ന ഒന്നിനെ സംസ്ഥാനത്തിൻ്റെ പൊതു കടമായി കണക്കാക്കാമോ ഇല്ലയോ എന്നുള്ളത് ഒരു അക്കാഡമിക് ഒരു ലീഗൽ ഇഷ്യൂ കൂടിയാണ് നിലവിലിത്. ഞാൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കടമെടുപ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ചുരുങ്ങിയ കാലത്തേക്ക് നിങ്ങൾ കുറഞ്ഞ കാലത്തേക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് പണമെടുത്തു. അതൊരു അവിടെ എടുത്ത പലിശയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത്രയും നീണ്ട പലിശയുടെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചർച്ച കേരളത്തിൽ ഗൗരവമായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോയിൻ്റ് അതാണ്, നിങ്ങളെടുക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളിലെടുക്കുന്ന പലിശ അല്ലെങ്കിൽ അത് കേരളത്തിലുണ്ടാക്കുന്ന കടം ഇതൊക്കെ തന്നെ ഡിബേറ്റബിൾ ആണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒറ്റ ദിവസം ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഓരോന്നെടുത്ത് തീർക്കുക എന്നുള്ളതല്ല. ഞങ്ങൾ വെക്കുന്ന മോഡൽ എന്നത് ഇത്തരത്തിൽ ഉയർന്ന പലിശ കൊണ്ട് ധനസമാഹരണ മാർഗം എന്നത് നിങ്ങളെടുക്കുന്ന തരത്തിലുള്ള വിദേശ ഏജൻസികളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനമുള്ള ധനസമാഹരണത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് കൃത്യമായ ബദൽ ധനസമാഹരണ മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിലവിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കിഫ്ബി ഫണ്ട് എടുത്തേക്കുന്ന പാലം പണി നിർത്തിവെച്ചിട്ട് പോകണമെന്നല്ല. കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവായിട്ട് അത് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടി കൃത്യമായ രീതിയിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഫണ്ട് നമുക്ക് സമാഹരിക്കാമായിരുന്നു. മാർഗങ്ങളുള്ളപ്പോൾ നിങ്ങളെടുത്ത രീതിയോട് അല്ലെങ്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുൾപ്പെടെ മസാല മോഡലിലൂടെ നിങ്ങൾ സമാഹരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ബദൽ മോഡൽ വേറെയാണ്. അതാണ് കൃത്യമായ കാര്യം. ശരി, ശ്രീ ജോർജ് ജോസഫ്, UDF ഏത് വഴിക്ക് ചിന്തിക്കുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ കാര്യങ്ങളിൽ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മസാല ബോണ്ടൊക്കെ യഥാർത്ഥത്തിൽ അത് എടുക്കുകയും കറൻസി റേറ്റിലാണ് അതിൻ്റെ പലിശ പോയിട്ടുള്ളത്, അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോയിട്ടുള്ളത്, അത് പൂർത്തീകരിച്ച കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് കിഫ്ബി പ്രോജക്ട്സിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ നിലയിൽ വായ്പകൾ കൊടുത്തിട്ടുള്ള അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. പക്ഷേ UDF കിഫ്ബിയോടുള്ള ഒരു അനിഷ്ടം, അലർജി അങ്ങനെ നിൽക്കുകയാണ്. ബദലുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ബദൽ എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. താങ്കൾ പറഞ്ഞു ഈ ബജറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്ന്. പക്ഷേ കിഫ്ബി ഒരു സസ്റ്റൈനബിൾ മോഡലേ അല്ലാതെ UDF കാണുന്നുമില്ല. പിന്നെ എന്താണ് UDF ചിന്തിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്ലൂ ശ്രീ ജോർജ് ജോസഫിന് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? അവരത് ആലോചിക്കുന്നേ ഉള്ളൂ, ഒരു വ്യക്തത പബ്ലിക്കായി പറഞ്ഞിട്ടുമില്ല. താങ്കൾക്ക് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? അങ്ങനെ ഔട്ട്റൈറ്റ് ആയിട്ട് ഡിനൈ ചെയ്യരുത്. ഞാനതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നും ധനം സമാഹരിക്കും, ഇപ്പോൾ കിഫ്ബി സമാഹരിച്ച ഏജൻസികൾക്കപ്പുറത്ത് അതിനും ധനസമാഹരണത്തിൻ്റെതായ വ്യത്യസ്തമായ മാർഗങ്ങൾ, അത് ഞാനിപ്പോൾ പെട്ടെന്നത് പറയാൻ മാത്രം ആളല്ല, പക്ഷേ എങ്കിലും വ്യത്യസ്തമായ സഹകരണ കൺസോർഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ് പലിശ ലഭിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഞങ്ങളതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ള ആ ഒരു മോഡലിനപ്പുറത്ത് ഞങ്ങൾക്കൊരു ബദൽ മോഡൽ വെക്കാനുണ്ട്. അതാണ് എൻ്റെ കൃത്യമായ കാര്യം. പക്ഷേ അതിലേക്ക് അതിനെയും വ്യക്തത വരേണ്ടതുണ്ട്, രൂപപ്പെട്ട് വരേണ്ടത് പറയും. യെസ്, ശ്രീ ജോർജ് ജോസഫ്. ശരത്തെ അതായത് ഈ നമുക്കിപ്പോൾ അത് വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമുക്ക് അതിനകത്തൊരു ക്ലൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ശരത്ത് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഈ പലിശ നിരക്ക് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തെ ഏറ്റവും ലോവസ്റ്റ് പലിശ നിരക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു പ്രോജക്റ്റ് ഫൈനാൻസ് ചെയ്യാൻ കഴിയില്ല. പലിശ നിരക്ക് എന്ന് പറയുന്നത് പല ഏജൻസികളുടെ കാര്യത്തിലും പല ഫിനാൻഷ്യൽ മാർക്കറ്റിലും പല രീതിയിലുള്ള പലിശ നിരക്കാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചി മെട്രോ ആരംഭിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ഏജൻസി അതിന് ആദ്യകാലത്ത് വായ്പ നൽകി. അതിൻ്റെ പലിശ എന്ന് പറയുന്നത് 2.5% എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മ. അത് ഒരു പ്രാരംഭമായിട്ട്, അതായത് അർബൻ ട്രാൻസ്പോർട്ടേഷന്, മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷന് പ്രത്യേക ധനസഹായം നൽകുന്ന ഒരു ഏജൻസി നൽകിയൊരു ധനസഹായമാണ്. പിന്നീട് ആ പ്രോജക്റ്റിൽ തന്നെ
ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 9% പലിശയ്ക്കും പണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൺഗോയിങ് പ്രോജക്റ്റിൽ തന്നെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇൻകർ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ മസാല ബോണ്ടിന് ഇത്ര ശതമാനത്തിലേക്ക് പലിശയാക്കി പോയി, അത് ഭയങ്കര പലിശയായിരുന്നു, അതിനേക്കാൾ കുറഞ്ഞ് ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ധനസഹായം കിട്ടണം. അതുകൊണ്ട് വ്യത്യസ്തമായ വേരിയഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് സ്ട്രക്ചർ ലോകത്തിലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സമയാസമയത്താണ്. നേരത്തെ തന്നെ ഡോക്ടർ തോമസ് ഐസക് ഒരു സംശയം അതായത് കേരളത്തിൻ്റെ ഈ മാറ്റത്തിന് വലിയ ഒരു ചാലകശക്തിയായി മാറിയത് കിഫ്ബിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. അതിൽ തന്നെയും നമ്മുടെ നാട്ടിലെ സ്കൂളുകളും റോഡുകളും ഇപ്പോൾ 11, 16, 21, 26 എന്ന താരതമ്യം പോലും ഉണ്ടാകുന്നത് അവിടെയാണ്. ഇതൊന്നും വരുമാനമില്ലാത്ത കേരളത്തിൻ്റെ ആത്യന്തികമായ വളർച്ചയുടെ കൃത്യമായ ആവശ്യങ്ങളായിരുന്നു സ്കൂളും റോഡും പാലവും അടിസ്ഥാന സൗകര്യ ഇതെല്ലാം. അപ്പോൾ ഈ വരുമാനമുണ്ടാക്കാത്ത ഈ മേഖലയുടെ വികസനത്തിന് കിഫ്ബിക്ക് അപ്പുറം ഒരു മോഡലിലേക്ക് പോകാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം യു ഡി എഫിന്. പക്ഷേ ആ നിലയിലേക്കുള്ളൊരു പ്ലാനിങ്ങിലേക്കോ ചിന്തയിലേക്കോ അവരുടെ ഒരു ആലോചന പോയിട്ടുണ്ടോ? അങ്ങനൊരു ബോധ്യം നാടിന് അവർ പകർന്നു നൽകിയിട്ടുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? അല്ല, അതാണ് പറഞ്ഞത്. അവരുടേതായ ചില പരിപാടികളും കാര്യങ്ങളും ചില ആശയങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. അത് അവർ തന്നെ ആലോചിച്ച്, ലിജു തന്നെ പറഞ്ഞത് എങ്ങനെയാണ്, അവർ തന്നെ അത് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് രൂപപ്പെടും മുമ്പ് തന്നെ എം ഹസൻ യു.ഡി.എഫ് കൺവീനർ ആയിരിക്കെ ഹസൻ രൂപപ്പെടും മുമ്പേ അങ്ങനെയാണെങ്കിൽ 21 ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞു വെച്ചില്ലേ, ലൈഫ് മിഷൻ അവസാനിപ്പിക്കും, കിഫ്ബി പൂട്ടും, അല്ലെങ്കിൽ എന്ന രീതിയിലേക്ക് ഈ പ്രോജക്റ്റുകളോടുള്ള താല്പര്യമില്ലായ്മ 21 തെരഞ്ഞെടുപ്പ് കാലത്ത് യു.ഡി.എഫ് വെളിപ്പെടുത്തിയതാണ്. നിങ്ങൾ ഈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാതെ, നിങ്ങൾ വരികൾക്കിടയിലൂടെ എടുത്ത് വെക്കാതെ, ശ്രീ ജോർജ് ജോസഫിനോട് എനിക്ക് പറയാനുള്ള, അങ്ങ് ഒരു നിമിഷം ഒന്ന് ശാന്തനാവൂ. ശരത്തോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ പറയുന്നത് അത്രയും ആവശ്യം പ്രകടിപ്പിക്കാതെ നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ പറയട്ടെ. ലൈഫിൻ്റെ മേൽ ശ്രീ എം ഹസൻ ഉയർത്തിയ വിമർശനം എന്തായിരുന്നു? അതായത് UDF-ൻ്റെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഭവന നിർമ്മാണ പദ്ധതികളുണ്ടായിരുന്നു. ഫിഷർമെൻ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു. പട്ടികജാതി കുടുംബങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതികളുണ്ടായിരുന്നു. നിങ്ങൾ ഈ ലൈഫ് മിഷൻ എന്ന് വന്ന് ഇത്തരം ഭവന നിർമ്മാണം, ഇത്തരം പദ്ധതികളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അത്തരത്തിൽ അതിനകത്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ തന്നെ പാളിച്ചകളുണ്ടായപ്പോൾ എല്ലാ തരത്തിലുള്ള പദ്ധതികളും ഒറ്റ കാര്യത്തിൽ കൊണ്ടുവരികയും അതിലെ കാലാനുസൃതമായി ഫണ്ട് ഉയർത്താതിരിക്കുക, അതോടൊപ്പം തന്നെ പല പദ്ധതികളും, ഇപ്പോൾ തീരദേശത്തേക്ക് ഭവന നിർമ്മാണ പദ്ധതികൾ സമ്പൂർണ്ണമായി തന്നെ നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് UDF കണ്ടൊരു വിമർശനമുണ്ടായത്. ഇപ്പോഴത്തെ രീതിയിലുള്ള ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി വിജയകരമല്ല, ഞങ്ങൾ അധികാരത്തിലെത്തുകയാണെന്നെങ്കിൽ അതിനെ പുനഃസംവിധാനം ചെയ്യുമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഞങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതികളെ നിങ്ങൾ പുനഃസംവിധാനം ചെയ്തു, അതിനെ നിങ്ങൾ ഒരു ലൈഫ് എന്നുള്ളൊരു പദ്ധതിയുടെ പേരിലാക്കി. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ആ ലൈഫ് എന്ന് പറയുന്ന കുടക്കീഴിൽ വരുന്നതിന് പകരം ഞങ്ങൾ പുതിയൊരു അംബർലയെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ വികേന്ദ്രീകൃതമായി ചിന്തിക്കും. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഇവിടെ ഭവന നിർമ്മാണ പദ്ധതി വേണ്ടെന്നാണോ? അല്ല ശരത്തേ, അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ചോദിക്കുന്ന ഒറ്റ പോയിന്റ് ഇതേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ കേരളത്തിൽ ഒരു വീട് പണിയും വേണ്ടെന്നാണോ? ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഭവന നിർമ്മാണ പദ്ധതികൾ വ്യത്യസ്തമായ രീതിയിലായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ വേറൊരു രീതി കൊണ്ടുവന്നു, അത് ഇഫക്റ്റീവ് അല്ല എന്നുകൊണ്ട് ഞങ്ങളത് അഴിച്ചു പണിയണമെന്ന് പറഞ്ഞു. അത് പറയാനൊരു മുന്നണിക്ക് അവകാശമില്ലേ? അതിനർത്ഥം ലൈഫ് നിർത്താൻ പോകുമെന്ന് പറയുന്നതാണോ? യെസ്, ഞാൻ അതിൽ തർക്കമുണ്ട് എനിക്ക്. പക്ഷേ എങ്കിലും ഉറപ്പായും അക്കാര്യത്തിൽ UDF-ന്റെ കാൽക്കുലേഷൻ ആണ് പാളിപ്പോയത്. വേഗം പൂർത്തിയാക്കും പറഞ്ഞത്. ശരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടത് ഇതാണ്. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പാകെ വികസനമാണ് ചർച്ച ചെയ്യേണ്ട മുഖ്യ വിഷയം എന്നുള്ള ആശയം ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വികസനമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ വികസനമാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കിഫ്ബിക്കോ മറ്റേതെങ്കിലും പരിപാടികൾക്കോ ബദലായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പാകെ വെക്കണ്ടേ? ആ ജനങ്ങളുടെ മുമ്പാകെ അത് ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള ഒരു സാവകാശവും സമയവും കൊടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവണ്ടേ? എന്താണ് ആ ബദൽ എന്നുള്ളത് എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാണുകയാണ്. നല്ലൊരു ബദലാണെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരും അംഗീകരിക്കും.
കിഫ്ബിയേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു മോഡൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ധനാഗമ മാർഗം കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ശരി. അതുപോലെ ലോവസ്റ്റ് ആയിട്ടുള്ള റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം കിട്ടുന്ന ഏതെങ്കിലും ഒരു ഏജൻസികളുടെ രീതി ഒരു സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ അതും വളരെ നല്ല ആശയമാണ്. പക്ഷേ വികസന ചർച്ചയായിട്ട് വെക്കുമ്പോൾ ആ ബദൽ മോഡൽ എന്താണ്, ബദൽ ആശയം എന്താണെന്നുള്ളത് ജനങ്ങൾക്കും മറ്റുള്ള നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഒരു സമയം മുൻകൂട്ടി തന്നെ ജനങ്ങളുടെ മുമ്പാകെ ചർച്ചയിലേക്ക് വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇവിടെ ശ്രീ തോമസ് ഐസക് ഒരു നിമിഷം, ശ്രീ ജോർജ് ജോസഫ്, ഞാൻ പറയാം, ഈ ലൈഫുമായി ബന്ധപ്പെട്ട് കൂടി ഞാൻ വരാം. ശ്രീ ജോർജ് ജോസഫിലേക്ക് വരാം. ഈ ലൈഫുമായി ബന്ധപ്പെട്ട് കൂടി സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കിഫ്ബിയിൽ നിന്ന് ലൈഫിലേക്ക് മാറുമ്പോൾ ശ്രീ തോമസ് ഐസക്, ലിജു പറഞ്ഞ ആർഗ്യുമെൻറ്റിനോട് താങ്കളുടെ വിയോജിപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കോടിയേരിയുടെ ഒരു ചോദ്യത്തിന് പല തരത്തിലിപ്പോൾ മേൽക്കൂര മാറുന്നത് അല്ലെങ്കിൽ പല തരങ്ങളിലുള്ള ഭവന പദ്ധതികൾ ആകെ കൂട്ടിയാൽ പോലും നാമമാത്രമായ ഭവന എണ്ണം മാത്രമാണ് ഭവന നിർമ്മാണ നടപടികളുമായി ബന്ധപ്പെട്ട് UDFൻ്റെ കാലത്ത് പോയിട്ടുള്ളൂ എന്ന് ആ നിയമസഭാ രേഖ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുന്നു കേട്ടോ ശരതേ. ഞാൻ വിയോജിപ്പ് കോടിയേരിയുടെ ചോദ്യവും കേരള നിയമസഭയിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ട 4.25 ലക്ഷത്തോളം വരുന്ന ഭവന നിർമ്മാണ പദ്ധതികളുടെ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ കൊടുത്ത വ്യത്യസ്തമായ ഉത്തരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട്, എനിക്കൊന്ന് ശ്രീ PT തോമസ് ആണോ ശ്രീ PC വിഷ്ണുനാഥാണോ ആരാണെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നില്ല, കേരളത്തിൽ മുഴുവൻ വിവിധ ചർച്ചകളിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ പറയും അതിന് ഏറെ തെളിവൊന്നും ആവശ്യമില്ല, പറഞ്ഞ രീതിയിൽ പറയരുത്. വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ തെറ്റാണ്. അത് ശരി. പക്ഷേ ഞാനും താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ്. താങ്കളും ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അതിലും കൂടുതൽ പറഞ്ഞു. ഇപ്പോൾ താങ്കൾ PT തോമസ് ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ്റെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വന്ന ഒരു ഉത്തരത്തെക്കുറിച്ചാണ്, ഞാൻ നിയമസഭാ രേഖയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ തുടർന്ന് വന്ന സർക്കാരിൻ്റെ കാലത്ത് PT തോമസിൻ്റെ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാൻ ചോദ്യങ്ങൾ ഇതിലും അങ്ങനെയാണ്. പല ഹെഡിൽ വരുന്ന ഭവന നിർമ്മാണം, ഇപ്പോൾ മേൽക്കൂര മാറൽ, അവിടെയാണ് തോമസ് ഐസക്കിന്റെ മറുപടിയും വിശദീകരണവും ഇവിടെയാണ് വേണ്ടത്. ശ്രീ തോമസ് ഐസക്, ലൈഫിനെ സംബന്ധിച്ച് ലൈഫുമായി ബന്ധപ്പെട്ട് UDF ആണോ ബെറ്റർ, LDF ആണോ ബെറ്റർ? ഇതാണ് ഇപ്പോഴത്തെ ഒരു രണ്ടാമത്തെ ഇഷ്യൂ. ഒന്ന്, നേരത്തെ പണിതിരുന്ന വീടിൻ്റെ ക്വാളിറ്റി നോക്കൂ, ഇപ്പോൾ ലൈഫ് വീടിൻ്റെ ക്വാളിറ്റികൾ നോക്കൂ. ആ പണിത വീടുകളിൽ 30% SC/ST കുടുംബങ്ങൾക്കുള്ളതാണ്. അവർക്കുള്ള വീട് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് വീട് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല, ഈ എണ്ണത്തെക്കുറിച്ചല്ല തർക്കിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലൈഫിന് എങ്ങനെ പണം കണ്ടെത്തുന്നത്? ഈ ഏകോപനം കൊണ്ടുവന്ന ആ ലക്ഷ്യം വെച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിലുള്ള പണം കൊണ്ട് വീട് പണിയാനല്ല, മറിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സർക്കാർ ഇങ്ങനെ ഏകീകൃത രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ വായ്പ എളുപ്പമായി തീരുന്നു. ഇപ്പോൾ 5.25 ലക്ഷം, ഇനി വേറൊരു 5 കൂടി വേണമെങ്കിൽ എടുക്കാം. കേരളത്തിലെ പാർപ്പിട ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയും വായ്പയുടെ അടിസ്ഥാനത്തിൽ. ഈ ബഡ്ജറ്റിലെ നിർദ്ദേശം ഇത് ബോണ്ടിലേക്ക് മാറണം, വായ്പ എടുക്കലല്ല. അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. നൗ എനിക്ക് ലിജുനോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ ബോണ്ട് ഇറക്കി വായ്പ എടുക്കുന്നതിന് നിങ്ങൾ അനുകൂലിക്കുമോ? എന്താ ബോണ്ട് ഇറക്കുമ്പോൾ അവർ തിരിച്ചടവിന് എന്താ ഗ്യാരണ്ടി? സർക്കാരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഭാവി വരുമാനം ഈട് വെച്ചിട്ടാ ഈ ബോണ്ട് ഇറക്കുന്നത്. അതിൽ നിന്ന് വേറെ ഭാഷയിൽ പറഞ്ഞാൽ ഭാവി വരുമാനത്തെ ഇന്ന് സെക്യൂരിറ്റൈസ് ചെയ്യുന്നു. ഇത് തന്നെയാണെന്ന് കിഫ്ബിയുടെ മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇറക്കാൻ പോണ ബോണ്ടില്ലേ, അതിൻ്റെ വേറൊരു ബോണ്ട്. സർക്കാർ കിഫ്ബിക്ക് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക, അതിൽ കൂടുതലില്ല, ഒരു നിശ്ചിത തുക, ഈ പറഞ്ഞ പോലെ അതുപടുന്ന് ഇവിടെ നിധിയല്ല, മോട്ടോർ വാഹന നിധിയുടെ പകുതി, ഒരു ഇന്ധന സെസ്, ഇത് കൊടുക്കണം. ഇതേ കൊടുക്കണ്ടു. ഇത് ഭാവിയിൽ 20-25 വർഷം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് കണക്ക് കൂട്ടാൻ പറ്റും. ആ വരുമാനത്തെ ഇന്ന് സെക്യൂരിറ്റൈസ് ചെയ്ത് വായ്പ എടുത്ത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പണിയുന്നു. ഇതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇതിനെതിരെ, പക്ഷേ നമ്മുടെ പഞ്ചായത്ത് പണ്ട് EMS പാർപ്പിട പദ്ധതി നടപ്പാക്കിയില്ലേ, വായ്പ എടുത്തിരുന്നു. ഇന്നിപ്പോൾ ബോണ്ട് എടുക്കാൻ പോണു, അതിനെതിരാണോ? വ്യക്തത ഉണ്ടാക്കണമില്ല ജോ.
നമ്മൾ വായ്പ എടുക്കില്ല, ഞങ്ങൾ വേറെ എന്തോ ഉണ്ടാക്കാൻ പോണു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഫലമായിട്ട് കിഫ്ബി വായ്പ എടുത്തതിൻ്റെ ഫലമായിട്ട് സർക്കാരിൻ്റെ മേൽ എന്തെങ്കിലും അധികഭാരം വരുന്നുണ്ടോ? നിയമത്തിൽ UDF കൂടി നിയമസഭയിലിരുന്ന് പാസ്സാക്കിയ നിയമത്തിൽ പറയുന്ന വ്യവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ 10 പൈസ കേരള സർക്കാർ കൂടുതൽ കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്? കിഫ്ബിയുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഈ ഭാവി വരുമാനം കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ലയബിലിറ്റിയെ ഏറ്റെടുക്കൂ. ഇതാണ് എൻ്റെ മോഡല്. അപ്പം നിങ്ങളിത് തള്ളിക്കളഞ്ഞു. അപ്പം നിങ്ങൾ ഇതേ വാദം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വെക്കോ, ആ ബോണ്ട് ഇറക്കണ്ട എന്ന് പറയോ? ഇനി ഇതുപോലുള്ള ബോണ്ട് ഇറക്കി നമ്മുടെ SPVകൾ പലതും പണം സമാഹരിക്കുന്നതിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യോ? പറ. യെസ് ലിജു, ശ്രീ തോമസ് ഐസക്കിൻ്റെ ആ ചോദ്യത്തിലേക്ക്, മുനിസിപ്പൽ ബോണ്ടുകളെ ഈ ബജറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണല്ലോ, അതിനെ UDF അംഗീകരിക്കുമോ എതിർക്കുമോ? ഞാൻ അതിനു മുമ്പ് എനിക്ക് കുറച്ച് സമയം തരണം. ശരത്ത് ഒരു ഇൻ്റർവെൻ ചെയ്യാതെ എനിക്ക് പൂർത്തീകരിക്കാനുള്ള സമയം തരണമെന്ന് ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഇന്നത്തെ ഒരു ബജറ്റ് ചർച്ച, ഇതിൻ്റെ ഒരു ചർച്ച തുടങ്ങിയത് തന്നെ ഇത് കേവലം പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് പ്രഖ്യാപനങ്ങളാണ്, അതല്ലാതെ നടപ്പിലാക്കേണ്ട ഉദ്ദേശങ്ങളുള്ള ഒന്നല്ല. പ്രത്യേകിച്ച് ഒരു കെയർ ടേക്കർ ഗവൺമെൻറ്റിൻ്റെ പോലെ പ്രവർത്തിക്കുന്ന 1-2 മാസം മാത്രം അവശേഷിക്കുന്ന ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു ചർച്ച ചെയ്ത് പോയില്ല ഞാൻ. കാരണം അതിൻ്റെ കാര്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ UDFൻ്റെയും LDFൻ്റെയും എക്കണോമിക് വിഷനെക്കുറിച്ചാണ് ബഹുമാന്യ ശ്രീ തോമസ് ഐസക് ചർച്ച തുടങ്ങിയത്. പിന്നെ അതിലേക്ക് അങ്ങ് പോയി, കിഫ്ബിയിലേക്കും വന്നു, പിന്നെ ഇപ്പോൾ ലൈഫിലേക്കും വന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഒരു ചർച്ച മാറി വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ ആദ്യം കിഫ്ബിയെക്കുറിച്ചുള്ള വിമർശനം, ഇപ്പോൾ കിഫ്ബിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാം. കടമെടുപ്പിനോടുള്ള വിമുഖത, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് നികുതിയേതര വരുമാനങ്ങൾ കൂടി കണ്ടെത്തിക്കൊണ്ട് മാത്രമേ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായങ്ങളുണ്ടാവും, ലോണുകൾ കണ്ടെത്തേണ്ടി വരും, ഇതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ കിഫ്ബി എന്തുകൊണ്ടാണ് നമ്മൾ വലിയ തോതിൽ UDF വിമർശിച്ചതിൻ്റെ കാരണം എന്താണ്? കിഫ്ബിയെ വിമർശിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ബജറ്റിന് പുറത്തുള്ളൊരു കടമെടുപ്പാണ്. യഥാർത്ഥത്തിൽ ഈ RBIയുടെയൊക്കെ വിമർശനങ്ങൾ പോലെ ഇതൊരു ഒരു സാമ്പത്തിക സ്ട്രെസ്സിനെ പരിഹരിക്കുന്ന ഒന്നല്ല, ഇത് നീട്ടിവെക്കലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇത് എല്ലാ ബുക്കുകൾക്കും എല്ലാ അക്കൗണ്ടുകൾക്കും പുറത്താണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസിയുടെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ കൃത്യമാക്കുന്നതിനപ്പുറത്ത് ഇത് വലിയ ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള വിനിയോഗമല്ല എന്നുണ്ടെങ്കിൽ ഇത് സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ഗൗരവതരമായി ബാധിക്കും. വലിയ സാമ്പത്തികമായ കടക്കണിയിൽ പെടും. ഈ നികുതി, പിന്നെ ഡീസൽ, പെട്രോൾ സെസ്, അതുപോലുള്ള കാര്യങ്ങൾ, പ്രതീക്ഷിത വരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു വരുമാന സ്രോതസ്സായിട്ട് വെക്കുന്നത്. ഭാവിയിൽ വരുന്ന ഗവൺമെൻറ്റുകളെ സംബന്ധിച്ച് ഇത്തരത്തിലെടുക്കുന്ന ഈ വൻ കടമെടുപ്പ് അവരുടെ സാമ്പത്തിക ഫ്ലെക്സിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന, അവരുടെ വിഷനെ തന്നെ ബാധിക്കുന്ന തരത്തിലൊരു കടക്കണിയിൽ ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പിലേക്ക് അടുത്ത ഗവൺമെൻറ്റുകളും ചെല്ലുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് കിഫ്ബിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തി നിങ്ങൾ ഇത് ചെയ്യാതെ. അപ്പോൾ കിഫ്ബിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിമർശനങ്ങൾക്ക് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. അത് കേരള സമൂഹത്തിന് മുമ്പിൽ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്പെറൻസി ഉണ്ട്, ഭാവി ഗവൺമെൻറ്റുകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെ നീട്ടിവെക്കലിനപ്പുറത്ത് പ്രശ്നങ്ങളുണ്ട്. അതാണ് കിഫ്ബിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിമർശനം. പിന്നെ ഒരു ഗവൺമെൻറ് ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിക്കുന്നതിനൊക്കെ അതൊന്നും ഒരു പുതിയ കാര്യമല്ലല്ലോ ശരത്തെ. എന്ന് വെച്ചാൽ എതിർക്കുന്നില്ല, അത് എതിർക്കട്ടെ. അത് ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് മനസ്സിലായോ? നിങ്ങൾ കടമെടുത്തപ്പോൾ കിഫ്ബി എതിർത്തതിൻ്റെ പ്രശ്നം വ്യത്യസ്തമായ ധനകാര്യ ഏജൻസികൾ, അതിനകത്തുണ്ടായ വലിയ ഒപ്പേക്നെസ്, അതിലൊക്കെ താല്പര്യം, അതൊക്കെയായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് ആ മോഡലാണ് താഴേക്ക്, ആ മോഡലിനെ ഞങ്ങൾ എതിർക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ അത്തരം ഒരു പറയട്ടെ ശരത്ത്, നിങ്ങളിത് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് പറയുന്ന കാര്യത്തെ ശ്രദ്ധിക്കണ്ടേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കിഫ്ബിയുടെ സാമ്പത്തിക മോഡലിനെ ഞങ്ങൾ എതിർക്കുന്ന ഈ കാരണങ്ങൾ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾക്ക് കടമെടുക്കേണ്ടി വരും, വ്യത്യസ്തമായ സാമ്പത്തിക സമാഹരണം ഉണ്ടാകേണ്ടി വരും. ഞങ്ങൾ ഇത്തരം ഒപ്പേക്കായിട്ടായിരിക്കില്ല അത് ചെയ്യുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് പണം സമാഹരിക്കുമ്പോൾ റവന്യൂ ഇവിടെ നികുതി പിരിവുണ്ടാവും, ചിലപ്പോൾ ഞങ്ങൾ കടമെടുക്കും, കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെക്കുന്ന പ്രോജക്റ്റുകളുണ്ടാവും,
അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽസ് ഉണ്ടാവും. ശരി. പക്ഷേ ഇതുപോലെയുള്ള ഒരു ഒപ്പേക് മോഡലല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ച പോയി. ഓക്കെ, കിഫ്ബിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ പാറ്റേൺ തന്നെയാണ് മുനിസിപ്പൽ ബോണ്ടിലും. അതെങ്ങനെ അതല്ലല്ലോ ഇത് മുനിസിപ്പൽ ബോണ്ട് ഏത് തരത്തിൽ അല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇത്തരം ബോണ്ടുകളെല്ലാം തന്നെ ഒപ്പേക്കായ ഓഫ് ബഡ്ജറ്റിന് പുറത്തുള്ള എല്ലാ സംവിധാനങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നാ പറഞ്ഞത്. ശരത്തിന് എന്താ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് അദ്ദേഹത്തിന് പറയുമായിരിക്കും. ശരത്ത് ചിലപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കും. ഞാൻ പറഞ്ഞതിനെ എങ്ങനെയാണ് ശരത്ത് മനസ്സിലാക്കിയെന്നറിയില്ല. തോമസ് ഐസക് അതിനെ പറയുന്നതിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. കിഫ്ബി ആ നിലയിൽ പോകുന്നു, ഇതിന്റെ ഒരു താഴെ ലെവലിലേക്ക് വരുന്ന കിഫ്ബിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രയോക്താവ് നിലയിൽ അദ്ദേഹത്തിന് കിഫ്ബിയെ ഡിഫെൻഡ് ചെയ്യണമായിരിക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വിമർശനം അത് കൃത്യമാണ്. ശ്രീ തോമസ് ഐസക് ക്ലിയർ ആണ്. തോമസ് ഐസക് കിഫ്ബിയുടെ വായ്പ പോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ബോണ്ടിലൂടെ വായ്പ സംസ്ഥാനത്തിൻ്റെ ഉൾപ്പെടില്ല. നമ്മൾ EMS വായ്പ പദ്ധതിക്കോ ഇപ്പോൾ ഹഡ്കോയിൽ നിന്ന് അവരെടുക്കുന്ന വായ്പയോ സംസ്ഥാനത്തിൻ്റെ വായ്പയായിട്ട് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇനി BJP സർക്കാർ എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. സോ ഇപ്പോൾ ലിജു പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, അതും ഓഫ് ബഡ്ജറ്റ് ബോറിംഗ് ആണ്. ഞങ്ങളതിനെതിരാണ്. UDFൻ്റെ സമീപനം എന്താണെന്നറിയാമോ? സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് എന്താണെന്ന് ആവശ്യം എന്നുള്ളതല്ല, മറിച്ച് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവും ചെലവും ഒപ്പിക്കണ പരിപാടിയാണ്. നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നിന്ന് ചെലവുണ്ട്, പിന്നെ നിയമപ്രകാരമുള്ള 3% വായ്പ എടുക്കും. അത് വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു പോകാം എന്നുള്ളതാണ്. LDFന് സ്വല്പം ധൃതിയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം തന്നെ, കാരണം ഒരു 25 വർഷം എടുക്കും. ഇന്നിപ്പോൾ കിഫ്ബി വഴി പണിയുന്ന പണികളൊക്കെ ഈ ലിജു പറഞ്ഞ മാതൃകയിൽ ബഡ്ജറ്റിലെ വരുമാനവും ചെലവും വെച്ച് ചെയ്യാൻ ഒരു 25 വർഷം അതല്ലല്ലോ പറഞ്ഞത്. അതുവരെ കാത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏജൻസികളല്ല ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന പറഞ്ഞത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക മോഡലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനുള്ള ഏജൻസികളെയല്ല ഞങ്ങളുടെ സാമ്പത്തിക സമാഹരണ മോഡൽ വ്യത്യസ്തമാണ്. അതേ ഉദ്ദേശമുള്ളൂ. അവർക്ക് വേറെ ധനകാര്യ ഏജൻസി ഉണ്ട്. ഐസക് ലിജു ഒരു കേരളിനെ എന്തുകൊണ്ട് ഞങ്ങൾ എതിർത്തു? അതിവേഗ ട്രെയിൻ വരുമോ എന്ന് പറയുമ്പോൾ തന്നെ ട്രെയിൻ മോഡലിനെ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ DPR പോലും കാണാതെ ശ്രീധരൻ പറഞ്ഞപ്പോഴേ പിന്തുണച്ചു. അങ്ങനെയല്ല, ഞങ്ങൾ അതിവേഗ പാതയ്ക്കൊന്നും എതിരല്ല. പക്ഷെ അതിനകത്ത് പാരിസ്ഥിതിക പഠനം ഉണ്ടാവണം, കാര്യത്തിൽ ട്രാൻസ്പെറൻസി ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും. അല്ല ലിജു അതിനു മുമ്പേ കയറി പിന്തുണച്ചല്ലോ. അതിവേഗ ട്രെയിൻ വേണമെന്ന് ആർക്കാണ് സംശയം? ഇനി കേന്ദ്രം അംഗീകരിച്ച് വന്നാൽ പോലും ഇതിവിടെ നടക്കാൻ സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ആ വീഡിയോ ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ടിനല്ലേ എതിർത്തത്? ചെങ്ങന്നൂരിലെ ചതുപ്പ് നിലങ്ങളിലൂടെ വിദേശ ജപ്പാനിലെ അറിയുന്നില്ലല്ലോ. ഈ പ്രോജക്ടിന്റെ DPR കണ്ടിട്ടുണ്ടോ? ഈ പ്രോജക്ടിന്റെ DPR കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആശയത്തല്ലേ അനുകൂലിച്ചത്? അത് ശരി. ആ DPR അംഗീകരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ പുറത്തുവിട്ടതിനെ ആ DPR അംഗീകരിച്ചു വന്നിട്ടില്ല. റെയിൽവേ മന്ത്രാലയത്തിൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല കേരളത്തിന്റെ കാര്യം. താങ്കൾ പറഞ്ഞു പൂർത്തിയായിക്കോളൂ തോമസ് ഐസക്. ലിജു, ഞാൻ പറയുന്നതേ ഒരു കാര്യം ഇപ്പം ബോധ്യപ്പെട്ട് കാണും. നമ്മളിനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പണിയെടുക്കണം കേട്ടോ. എന്താണ് നിങ്ങളുടെ ബദലെന്ന് കൃത്യത വരുത്തണം. ഞങ്ങളത് ഈ ഒരു കാര്യം അതെ ഉണ്ടാക്കിക്കൊണ്ടുപോവാ. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റിലാണോ ജോർജ് ജോസഫ് നിൽക്കുന്നത്? LDF തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൃത്യമായി അവരുടെ കാഴ്ചപ്പാട് വെച്ച് കഴിഞ്ഞു. ഒറ്റ അദ്ദേഹത്തിന് അതോടെ ക്ലാരിഫൈ ചെയ്യാം. അതോടൊന്ന് ക്ലാരിഫൈ ചെയ്യാം അദ്ദേഹത്തിന്. അതോടെ ക്ലാരിഫൈ ചെയ്യാം അദ്ദേഹത്തിന്. അതോടെ ക്ലാരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞോട്ടെ ലിജു കഴിയട്ടെ. പറഞ്ഞോളൂ. അല്ല ഞാൻ പറഞ്ഞ പോയിന്റ് ഇതേ ഉള്ളൂ. ബഹുമാനസി തോമസ് ഐസക്ക് അല്ല ഒന്ന് അദ്ദേഹം ആഡ് ചെയ്തോ. ഞാൻ ഈ അക്കാഡമിക് ഞാനൊരു നല്ല ചർച്ച ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് പങ്കെടുക്കാമെന്ന് തന്നെ ശരത്തിനോട് സമ്മതിച്ചു. അറിയാലോ ശരത്തെ, നമ്മളൊരു വിഷയത്തെ വളരെ അക്കാഡമിക് അല്ലെങ്കിൽ ഐസക് സാറിനെ പോലെ ഒരാൾ സംസാരിക്കുന്നു, അത് നല്ലതാണ്. കാരണം രണ്ട് വിഷനുകൾ തമ്മിലാണല്ലോ സംസാരിക്കുന്നത്.
അദ്ദേഹം LDFൻ്റെ വികസന മോഡൽ പറഞ്ഞു. ഓഫ് ബജറ്റായ കടമെടുപ്പ് രീതികളാണ് ഞങ്ങളുടെ ധനസമാഹരണ മാർഗം. അത് സർക്കാർ പിന്നെ ഗ്യാരണ്ടി ചെയ്ത് വിദേശ ഏജൻസികളിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടുത്തെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടെ ഞങ്ങൾ സർക്കാർ ഗ്യാരണ്ടി ചെയ്ത ബോണ്ടുകൾ ഇറക്കും. അതെല്ലാം ബജറ്റിന് പുറത്തുള്ള ഒന്നായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിൻ്റെ ഒരു ബേസിക് കോർ ഐഡിയ ആയിട്ട് പറഞ്ഞൊരു കാര്യം, നിങ്ങളിങ്ങനെ മറച്ചു വെച്ചെടുക്കുന്ന കടങ്ങൾ കൊണ്ട് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെ മറച്ചു വെക്കുന്നതിന് തുല്യമാകും. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ മാറാവുന്നതുകൊണ്ട് ഭാവിയിൽ വരാവുന്ന ഗവൺമെൻറ്റുകൾക്ക് അത് വലിയ ബാധ്യതയാവുകയും കടമെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും അല്ലേ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സാമ്പത്തിക സമാഹരണത്തിന് നിങ്ങളുടെ തരത്തിലുള്ള ഒരു മോഡൽ, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയ ഒരു മോഡൽ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കോർ ഐഡിയ. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ വന്നോളൂ. ഇനി ശ്രീ ജോർജ് ജോസഫ് സംസാരിച്ചോളൂ. അപ്പോൾ ആ പ്രോസസ്സിന്റെ ട്രാൻസ്പെറൻസിയിലാണ് തോമസ് ഐസക് ശ്രീ ജോർജ് ജോസഫ്. അല്ല, അതായത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കിഫ്ബി മോഡലിനെ സംബന്ധിച്ച് ഈ തർക്കം നിലനിൽക്കുന്നുണ്ട്. അത് രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ, അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആശയങ്ങളുണ്ട്. പക്ഷേ ഈ 2023-24 കേന്ദ്ര ബഡ്ജറ്റ് ശരത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അതിനകത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിന് ഉള്ള ആ ഒരു ഏജൻസിയുടെ പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയി. അന്ന് ആ ബഡ്ജറ്റിൽ പറഞ്ഞത് 9 ലക്ഷം കോടി രൂപ ഈ രീതിയിൽ മാർക്കറ്റിൽ നിന്ന് സമാഹരിക്കും, അതിനുവേണ്ടി പ്രത്യേക ഏജൻസിയെ കൊണ്ടുവരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം ആ 9 ലക്ഷം കോടി രൂപയിൽ 3 ലക്ഷം കോടി രൂപ ആ രീതിയിൽ സമാഹരിക്കുന്നതിനുള്ള അതിന് അംഗീകാരം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പ്രോസസ്സിൽ അത് കിഫ്ബി മോഡലിനെ റെപ്ലിക്ക് ചെയ്ത് കിഫ്ബി മോഡലിനെ അനുകരിച്ചുകൊണ്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഇന്ത്യ സർക്കാരിന്റെ പൊതുഗണത്തിൽ പെടുന്നുമില്ല. കോൺഗ്രസ് എവിടെ എതിർത്തായിട്ട് നമ്മൾ കാണുന്നില്ല, പൊതുഗണത്തിൽ പെടുന്നില്ല. ഇതേ തന്നെ സെയിം മോഡൽ തന്നെ. പക്ഷെ എവിടെയെങ്കിലും അത് തെറ്റാണ്, ആ രീതിയിൽ കടമെടുക്കുന്നത് ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരു കാര്യമാണ്, അത് രാജ്യത്തിൻ്റെ കടബാധ്യത കൂടുതൽ ദുർവഹമാക്കും, സങ്കീർണമാക്കും എന്നുള്ള വിമർശനം എവിടെയെങ്കിലും കോൺഗ്രസ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ശരത്ത് കേട്ടിട്ടുണ്ടെന്ന്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് അല്ല, അതിന് വലിയ സംഭവമാണ്, അത് സാമ്പത്തിക സ്ഥിതിയെ ദുർബലപ്പെടുത്തും, അത് നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് എന്നൊക്കെയുള്ള വിമർശനം ഉയരുന്നു. അതേ സമയത്ത് വ്യക്തമായിട്ട് ഒരു കാര്യം ഇന്ന രീതിയിലാണ്. അപ്പം ഞാൻ പറയണ ഈ ശരത്ത് നേരത്തെ സൂചിപ്പിച്ച് തമാശയായിട്ട് പറഞ്ഞെങ്കിലും വേറെ ഏതൊക്കെയോ ഏജൻസി ഉണ്ടാവുമായിരിക്കും, ഏതാണെന്ന് നമുക്കറിയില്ല. ലോകത്ത് അറിയാവുന്ന മാർഗങ്ങളൊക്കെ നമ്മുടെ ചെറിയ അറിവിൽ ഇതൊക്കെയാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് കുറെ എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ആ ആശയം ജനങ്ങളുടെ മുമ്പാകെ വെക്കണം. ജനങ്ങൾക്ക് പല വേദികളിലും മാധ്യമങ്ങളിലൂടെയും മറ്റു രീതിയിലൂടെയും ഇതാണ് കിഫ്ബിക്ക് ബദലായിട്ട് UDF വെക്കുന്ന ആശയം. അപ്പൊ അതിൽ ഏത് നല്ലതെന്ന് മാധ്യമങ്ങൾക്ക് കഴിയും, പക്ഷെ ആശയം വെക്കുന്നില്ല. അതാണ് അതിനകത്ത് വരുന്ന പ്രശ്നം. ശരത്തെ, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ പറ്റത്തില്ല. എനിക്ക് ജോർജ് ജോസഫ് സാറിനെയൊക്കെ ബോധിപ്പിക്കാൻ വലിയ പാടായില്ല. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പാടായിരിക്കുമെന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് അല്ല, അദ്ദേഹം പറഞ്ഞത്, ലിജു പറഞ്ഞത് ഞങ്ങൾ അതിന്റെ പ്രോസസിംഗിലാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കിഫ്ബി പ്രസന്റ് ചെയ്യുന്ന തരത്തിലുള്ള സുതാര്യമല്ലാത്ത സാമ്പത്തിക മോഡലല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾ ട്രാൻസ്പെറന്റ് ആയ ഒരു സാമ്പത്തിക സമാഹരണ മോഡലാണ്. അത് ഞങ്ങൾ നേരത്തെ പോലെ പറയുന്നതാണ്. ലിജു, അതിന്റെ ബദൽ എങ്ങനെ, അതിന്റെ ക്ലാരിറ്റി സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഏജൻസികളിൽ നിന്നാണ് ധനം സമാഹരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ പറയാൻ പറ്റൂ. ഡീറ്റെയിൽ ആയിട്ട് പിന്നാലെ വരുമെന്നാണ് ലിജു പറഞ്ഞത്. ഇത്തരത്തിലാവില്ല. ലിജു പറഞ്ഞത് ഇപ്പോഴും അതിൽ വ്യക്തത വന്നിട്ടില്ല, കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പുറകെ വരും. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശരത്തിന് വ്യക്തത വരുമെന്ന്. എന്റെ കാര്യം ശരത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ആർക്കും വ്യക്തത വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലെന്നേ. ലിജു പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാകാമെങ്കിലും
നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഞാനല്ലേ. എന്തിന് ഇനി അങ്ങനെ പറയുമ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞെന്താണ് ആശയം മനസ്സിലായില്ല, അതാണ് പ്രശ്നം. അതെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങ് പറയാണ്. അതായത് കിഫ്ബി റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പത്തികമായി നിങ്ങൾ ലോൺ എടുക്കുന്ന സ്ഥാപനങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ പറ്റാവുന്നതിനപ്പുറത്തുള്ള ആളുകളെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ലോകത്താകമാനമുള്ള ഇത്തരത്തിലുള്ള ഏജൻസികൾ കിഫ്ബി എടുത്തിട്ടുള്ള മറ്റൊന്നും എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞ് എനിക്ക് മറുപടി പറയേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങളുടെ അജ്ഞത. അതേക്കുറിച്ചല്ല പറഞ്ഞത് ലിജു, അതല്ല പറഞ്ഞത്. അതെ, ഞാനതാണ് പറയാൻ ശ്രമിച്ചത്. അത് അങ്ങയുടെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് പറയുകയാണ് എടുത്തിട്ടുള്ള ഏജൻസികൾക്കല്ലാതെ ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ഗ്യാരണ്ടീസിലൂടെ അല്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാൻ പറ്റും? നിങ്ങളുടെ പരിപാടി എന്താണ് എന്ന് വ്യക്തമാക്കൂ. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നതിനെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല. പരിപാടി വ്യക്തമാക്കൂ. ഓക്കെ, അത് പിന്നാലെ വരും, അപ്പോൾ ചർച്ച ചെയ്യാം. അതിന് വളരെ വലിയ തോതിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തോമസ് ഐസക് പറയുകയും ചെയ്തു. നമുക്കതവിടെ ക്ലോസ് ചെയ്യാം. അവസാനമായി വീണ്ടും സ്ട്രെസ് ചെയ്ത് ശ്രീ തോമസ് ഐസക് കിഫ്ബി ട്രാൻസ്പെറൻസി സുതാര്യതയില്ലായ്മ എന്ന് ആവർത്തിച്ച് ശ്രീ ലിജു വീണ്ടും ആ സ്ട്രെസ് ചെയ്ത പോയിന്റ് പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് അതിൽ മറുപടി ഉണ്ടോ? നമുക്ക് അവസാനിപ്പിക്കാം. ലിജു അത് വീണ്ടും സ്ട്രെസ് ചെയ്ത് വിമർശിച്ചു. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്താണ് ഈ വിമർശനങ്ങളുടെ പരമ്പരകൾ ആരംഭിച്ച കിഫ്ബിക്കെതിരായിട്ട്. അന്ന് തുടങ്ങിയ തർക്കമാണ്. വർഷം 5 ഇപ്പോഴും കോർ ഐഡിയയിലാണ് നിൽക്കണത് കേട്ടോ. ഒരു വിശദാംശം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ലിജു സ്വല്പം സ്പീഡ് വേണം കേട്ടോ. നമുക്ക് ഇലക്ഷൻ വരാൻ പോയാണ്, നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കിഫ്ബിക്കുള്ള ബദലെന്ത് എന്ന് കൃത്യതയോടുകൂടി പറയാം. കോർ ഐഡിയ നല്ല ഐഡിയ, അത് വെച്ചോട്ടെ. എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത് എന്ന് നാട്ടുകാരോട് പറയാം. നിങ്ങളൊന്ന് പറയൂ, ഞങ്ങളിതും പറയാം. നന്നായിരിക്കും. എനിക്ക് സംവാദം തന്നെ നന്നായിരിക്കും. പ്രതിപക്ഷ ഭരണപക്ഷ മുൻ സംവാദങ്ങളുടെ ഒരു ചരിത്രം നമുക്ക് കേരളത്തിനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഞാൻ ആ ചർച്ചയിലേക്ക് നിങ്ങൾ 3 പേരുടെയും സമയം ഇപ്പോഴേ അഡ്വാൻസ് ബുക്കിംഗ് മുൻപൊക്കെ കേട്ടോ. ലിജുവിന്റെയും ശ്രീ ജോർജിന്റെയും സമയം ഞാൻ അഡ്വാൻസ് ആയി ബുക്ക് ചെയ്തിട്ടുണ്ട്. സംവാദം വളരെ പ്രസക്തമായിരിക്കും ബജറ്റിനപ്പുറത്ത് വിവിധ എക്കണോമിക് മോഡൽസിനെ കുറിച്ച്. നന്ദി ശ്രീ ലിജു, ശ്രീ തോമസ് ഐസക്, അതുപോലെ ശ്രീ ജോർജ് ജോസഫ്, വളരെയധികം നന്ദി. ഏതായാലും തോമസ് ഐസക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബജറ്റ് അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നു. UDF അവരുടെ വികസന കാഴ്ചപ്പാട് പറയേണ്ടതായി വരും. കിഫ്ബിയെയും വികസന മാതൃകകളെയും എതിർക്കുമ്പോൾ ബദലെന്ത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയോടെ അവതരിപ്പിക്കാൻ കഴിയണം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞതാണ്, കഴിഞ്ഞൊരു 5 വർഷക്കാലമായി കിഫ്ബി എതിർക്കുന്നു, അതിൻ്റെ കോറിൽ നിൽക്കുന്നു, ബദലെന്ത് എന്ന് വ്യക്തതയോടെ പറയാൻ കഴിയുന്നില്ല. പക്ഷേ കിഫ്ബിയെ എതിർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബദലിലേക്ക് ഞങ്ങൾ കുറെ കൂടി വ്യക്തമായി തന്നെ അവതരിപ്പിക്കും എന്ന് പറയുന്ന കോൺഗ്രസ് നിലപാടാണ് നേരത്തെ അപ്പുറത്ത് ലിജു വെച്ച്. ഒരു കാര്യം വ്യക്തമാണ്, വികസനവും രാഷ്ട്രീയവും ശരിയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കാലത്തിലേക്ക് വരും കാലത്ത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ ഭരണത്തിൻ്റെ തുടർച്ചയിൽ ഇങ്ങനെയൊക്കെ ആവും എന്നാണ് ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ ആ നിലയിൽ എൻഗേജ് ചെയ്യാനും മറുപടി പറയാനും ബദലുകൾ അവതരിപ്പിക്കാനും കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ ബജറ്റിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത് എന്നത് പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണവും 16 മുതൽ 26 വരെയുള്ള പിണറായി സർക്കാരിൻ്റെ 2 സർക്കാരുകളുടെയും പ്രവർത്തനവും ആ വികസനവും ക്ഷേമവും വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നതിന്, അതിന് വേഗത കൂടുന്നതിന്, ആ വോട്ടർമാർക്കിടയിലെ ചർച്ചയിലേക്ക് ആ വിഷയങ്ങൾ കൂടുതൽ കടന്നു വരുന്നതിന് ഇടവരുത്തുന്ന ഒരു ബജറ്റായി ഇത് മാറിയിരിക്കുന്നു എന്ന നിരീക്ഷണവും വളരെ ശക്തമായിട്ടുണ്ട്. വളരെയധികം നന്ദി 3 പേർക്കും.